താലപ്പൊലിയുടെ തെളിച്ചവും നാദസ്വരത്തിന്റെ ഈണവും ആ ഓഡിറ്റോറിയത്തിലെ അന്തരീക്ഷത്തെ ശബ്ദമുഖരിതമാക്കിയിരുന്നു. ചുറ്റും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും തിരക്ക്. നിറപ്പകിട്ടാർന്ന പട്ടുസാരികൾ ധരിച്ച സ്ത്രീകളും മുണ്ടും ഷർട്ടും അണിഞ്ഞ പുരുഷന്മാരും ആ വലിയ പന്തലിൽ നിറഞ്ഞു നിന്നിരുന്നു. എല്ലാവരുടെയും മുഖത്ത് സന്തോഷവും ആഹ്ലാദവും. വായുവിൽ നിറഞ്ഞിരിക്കുന്ന പിച്ചിപ്പൂക്കളുടെയും മുല്ലപ്പൂവിന്റെയും ചന്ദനത്തിരികളുടെയും സുഗന്ധം ആ പരിഭാവനമായ ചടങ്ങിന് മാറ്റുകൂട്ടി. വെയിലും ചെറിയൊരു ചാറ്റൽ മഴയും ചേർന്ന അന്തരീക്ഷം. പുറത്ത് പന്തലിന് മുകളിൽ കുടവിരിച്ചു നിൽക്കുകയാണ്. വിവാഹ മണ്ഡപത്തിന് നടുവിൽ സ്വർണ്ണാഭരണങ്ങളും വെളുത്ത കസവ് സാരിയും ധരിച്ച് അവൾ വധുവായിരുന്നു. മുടിയിൽ മുല്ലപ്പൂമാലയണിഞ്ഞ് നെറ്റിയിൽ ചന്ദനക്കുറിയിട്ട് സുന്ദരിയായിരിക്കുന്നുവെന്ന് എല്ലാവരും പുകഴ്ത്തുമ്പോഴും അവളുടെ മനസ്സ് മറ്റൊരിടത്തായിരുന്നു. അവളുടെ പേര് സ്നേഹ. അവളുടെ കണ്ണുകളിൽ മിന്നിമറയുന്നത് സന്തോഷമായിരുന്നില്ല, മറിച്ച് വല്ലാത്തൊരു ഭയവും നിസ്സഹായതയുമായിരുന്നു. കയ്യിലെ മെഹന്തിപ്പാടുകളിലേക്ക് നോക്കി അവൾ വല്ലാതെ വിറയ്ക്കുന്നുണ്ട്. അവളുടെ ഹൃദയം പടപടാമിടിക്കുന്നത് അവൾക്ക് തന്നെ കേൾക്കാമായിരുന്നു. ആ സമയത്താണ് വധുവിന്റെ പന്തലിലെ ഇരിപ്പിടത്തിലേക്ക് അവൻ നടന്നു വന്നത്. ജീവൻ. വെളുത്ത ഷർട്ടും കസവും മുണ്ടുമായിരുന്നു വേഷം. മുഖത്ത് വിരിയേണ്ടിയിരുന്ന പ്രസന്നതയ്ക്ക് പകരം കനത്തൊരു ഗൗരവവും എന്തോ ആലോചിച്ചു കൂട്ടിയിരിക്കുന്ന ഭാവവുമായിരുന്നു അവന്റെ മുഖത്ത്. ഈ കല്യാണം ഒരു നിർബന്ധത്തിന് വഴങ്ങി സമ്മതിച്ചതാണെന്ന് അവന്റെ ഓരോ ചലനവും വിളിച്ചോതുന്നുണ്ട്. വധുവിന്റെ അടുത്തേക്ക് നടക്കുമ്പോൾ അവളുടെ മുഖത്തേക്ക് നോക്കാൻ പോലും അവൻ മടി കാണിച്ചു. അവൻ അവളിൽ നിന്ന് അകന്നു നിൽക്കാൻ പരമാവധി ശ്രമിക്കുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ശുഭമുഹൂർത്തമായി. താലി കെട്ടാം. ശാന്തിയുടെ നിർദ്ദേശം കേട്ടതും പന്തലിൽ ഒരു നിമിഷം നിശബ്ദത പടർന്നു. നാദസ്വരത്തിന്റെ ശബ്ദം ഉച്ചത്തിലായി. അവൻ അവളുടെ കയ്യിൽ പതുക്കെ പിടിച്ചു. അവളുടെ വിരലുകൾ തണുത്തു മരവിച്ചിരുന്നു. അവൻ താലിമാല അവളുടെ കഴുത്തിലണിയിക്കുമ്പോൾ ആ സ്വർണ്ണത്താലിയുടെ ഭാരം അവൾക്ക് താങ്ങാനാവാത്ത ഒന്നായി തോന്നി. ഇത് കേവലം ഒരു താലിയല്ല, മറിച്ച് തനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു ജീവിതത്തിലേക്കുള്ള ബന്ധനത്തിന്റെ അടയാളമാണെന്ന് അവൾ വിചാരിച്ചു. കണ്ണുകൾ അടച്ച് അവൾ തന്റെ വിധിയെ പഴിച്ചു. അവരെ സംബന്ധിച്ചും ഈ വിവാഹം വെറും ഒരു ചടങ്ങ് മാത്രമാണ്. കുടുംബത്തിന്റെ പേരും അഭിമാനവും സംരക്ഷിക്കാൻ വേണ്ടിയാണ് അവൻ ഈ താലി ചാർത്തിയത്. അവളോട് സ്നേഹമോ ഇഷ്ടമോ ഒന്നും തന്നെ തോന്നിയിരുന്നില്ല. ഒരു പക്ഷേ ഈ വിവാഹത്തിന് ശേഷം ഓരോരുത്തരും അവരവരുടെ വഴിക്ക് പോകുമെന്ന് അവൻ ചിന്തിച്ചു കാണും. താലി കെട്ടിയ ഉടൻ തന്നെ ചുറ്റും കൂടിയിരുന്ന ബന്ധുക്കൾ അക്ഷതവും പൂക്കളും വാരിയിതറി. അവരുടെ അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങുമ്പോഴും വധൂവരന്മാർ പരസ്പരം നോക്കാതെ വിപരീത ദിശകളിലേക്ക് തിരിഞ്ഞു നിന്നു. പുറകിൽ മണ്ഡപവും മുന്നിൽ പൂക്കളവും നിറഞ്ഞു നിൽക്കുമ്പോഴും അവരുടെ മുഖത്തു നിഴലിച്ച വിഷാദം ആ ആഹ്ലാദാരവങ്ങൾക്കിടയിൽ വേറിട്ടു നിന്നു. കല്യാണത്തിനെത്തിയ ഒരു മുതിർന്ന സ്ത്രീ അടുത്തു വന്ന് വധുവിനോട് പറഞ്ഞു, മോളെ, ഭാഗ്യവതിയാണ് നീ. ഇങ്ങനെ ഒരു ചെറുക്കനെ കിട്ടിയത് വലിയ കാര്യമാണ്. നീ സന്തോഷമായി ജീവിക്കട്ടോ. ആ വാക്കുകൾ കേട്ടപ്പോൾ പ്രത്യേകിച്ച് സ്നേഹയ്ക്കൊന്നും തോന്നിയില്ല. ഈ ബന്ധത്തിൽ എവിടെയാണ് സന്തോഷം ഒളിഞ്ഞിരിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല. ചടങ്ങുകൾ അവസാനിച്ച ശേഷം അവരെ വേദിയിൽ നിന്ന് മാറ്റിയിരുത്തി. വധുവിന്റെ അമ്മ അടുത്തിരുന്ന് അവളോട് പതുക്കെ ചോദിച്ചു, എന്താ മോളെ, നിന്റെ മുഖത്തൊരു വാട്ടം? കല്യാണം കഴിഞ്ഞതല്ലേ? അവൾ ഒന്നും മിണ്ടിയില്ല. ഒരു ദീർഘനിശ്വാസത്തോടെ താഴേക്ക് നോക്കിയിരുന്നു. അമ്മയ്ക്ക് അവളുടെ മനസ്സിൽ എന്താണെന്ന് മനസ്സിലായില്ലെങ്കിലും കല്യാണത്തിന്റെ ആൾക്കൂട്ടവും തിരക്കും കാരണമായിരിക്കും എന്ന് കരുതി അവർ അതിനെ അവഗണിച്ചു. മറുഭാഗത്ത് വരനെ അടുത്തു കണ്ട അവന്റെ സുഹൃത്തുക്കൾ അവനോട് ഓരോ തമാശകൾ പറയാൻ തുടങ്ങി. എന്നാൽ ജീവൻ ഇതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. ജീവന്റെ മനസ്സിപ്പോഴും കല്യാണം നടക്കുന്നതിന് മുൻപുള്ള ദിവസങ്ങളിലെ ചിന്തകളിലായിരുന്നു. അവന്റെ മനസാക്ഷി അവനോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. ഈ ജീവിതം നീ ശരിക്കും ആഗ്രഹിച്ചതാണോ? കല്യാണ പന്തലിലെ തിരക്കുകൾ ഒഴിയാൻ തുടങ്ങി. അതിഥികൾ ഭക്ഷണം കഴിക്കാൻ പോയി. ആ നിമിഷത്തിൽ ആ വലിയ ഹാളിന്റെ ഒരറ്റത്ത് പുതിയ വധൂവരന്മാർ മാത്രമായി. ഒരു താലിയാൽ ബന്ധിക്കപ്പെട്ടിട്ടും അവർക്കിടയിലുള്ള ദൂരം ഒട്ടും കുറഞ്ഞിരുന്നില്ല. അവരുടെ വിധികൾ ഇനി ഏതു വഴിക്കാണ് സഞ്ചരിക്കുക എന്ന് ആർക്കും അറിയില്ലായിരുന്നു. മണ്ഡപത്തിന്റെ അലങ്കാരങ്ങൾ ഇപ്പോഴും പ്രകാശിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അവരുടെ മുഖത്തെ വെളിച്ചം അണഞ്ഞു തുടങ്ങിയിരുന്നു. ഒരു താലി, രണ്ട് വിധികൾ എന്ന സത്യം ആ പന്തലിൽ അന്ന് നിശബ്ദമായി സാക്ഷ്യപ്പെടുത്തപ്പെട്ടു. ആളുകൾ ഭക്ഷണശാലയിലേക്ക് തിരിഞ്ഞതോടെ ഓഡിറ്റോറിയത്തിലെ തിരക്കൊന്നു കുറഞ്ഞു. ആ അവസരം മുതലെടുത്ത് ക്യാമറാമാൻമാർ വധൂവരന്മാരെ തങ്ങളുടെ വരുതിയിലാക്കി. ഇനി കുറച്ച് ഔട്ട്ഡോർ ചിത്രങ്ങൾ എടുക്കാം, എന്താ? പ്രധാന ഫോട്ടോഗ്രാഫർ നിർദ്ദേശിച്ചു. വരൻ വധുവിന്റെ തോളിൽ കൈവച്ച് പരസ്പരം നോക്കിയൊന്ന് ചിരിച്ചേ. ആ വാക്കുകൾ അവർക്കിരുവർക്കും ഒരു അശരീരി പോലെയാണ് അനുഭവപ്പെട്ടത്. പരസ്പരം മുഖത്തു പോലും നോക്കാൻ മടിക്കുന്നവർ എങ്ങനെയാണ് സ്നേഹം അഭിനയിക്കുക? ക്യാമറയുടെ ഫ്ലാഷുകൾ മിന്നിമറിയുമ്പോൾ അവർക്ക് വെറും യന്ത്രപാവകളെ പോലെ നിൽക്കേണ്ടി വന്നു. ഒരു ചിത്രത്തിനായി അവർക്ക് പരസ്പരം അവിടെ അഭിനയിക്കേണ്ടി വന്നു. അവൻ വലത്തേക്കും അവൾ ഇടത്തേക്കും മുഖം തിരിച്ചു നിന്നു. ക്യാമറയ്ക്ക് മുന്നിലെ ആ നിൽപ്പ് അവരുടെ ഭാവി ജീവിതത്തിന്റെ നേർചിത്രമായിരുന്നു. ഒരേ വേദിയിൽ ഒരേ താലിച്ചിരടിൽ ബന്ധിക്കപ്പെട്ടിട്ടും വിപരീത ദിശകളിലേക്ക് സഞ്ചരിക്കുന്ന രണ്ടു മനസ്സുകൾ. ചുണ്ടുകളിൽ നിർബന്ധിതമായി വരുത്തിയ പുഞ്ചിരിക്ക് പിന്നിലെ വേദന ഫോട്ടോഗ്രാഫറുടെ ലെൻസുകൾക്ക് ഒപ്പിയെടുക്കാൻ കഴിഞ്ഞില്ല. ഫോട്ടോ സെഷൻ പുരോഗമിക്കുമ്പോൾ അവളുടെ മനസ്സ് ഭൂതകാലത്തിന്റെ ഇടനാഴികളിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. പഠിച്ചൊരു ജോലി നേടി സ്വന്തം കാലിൽ നിൽക്കണമെന്നായിരുന്നു സ്നേഹയുടെ വലിയ ആഗ്രഹം. സ്വതന്ത്രയായ ഒരു പെൺകുട്ടിയായി ലോകം ചുറ്റാൻ അവൾ കൊതിച്ചിരുന്നു.
എന്നാൽ കുടുംബത്തിന്റെ പെട്ടെന്നുള്ള തീരുമാനവും ബന്ധുക്കളുടെ നിരന്തരമായ സമ്മർദ്ദവും അവളുടെ സ്വപ്നങ്ങൾക്ക് മീതെ കരിനിഴൽ വീഴ്ത്തി. ഒരു ബലികന്യകയെ പോലെ ഈ മണ്ഡപത്തിലേക്ക് നടന്നു കയറുമ്പോൾ അവളുടെ കണ്ണുനീർ ആർക്കും കാണാൻ കഴിയാത്ത വിധം അവൾ ഉള്ളിൽ ഒതുക്കിയിരുന്നു. അണിഞ്ഞിരിക്കുന്ന കനത്ത കാഞ്ചീപുരം സാരിയും സ്വർണ്ണാഭരണങ്ങളും അവളുടെ ശരീരത്തെ മാത്രമല്ല ശ്വാസത്തെയും വരിഞ്ഞു മുറുക്കുന്നത് പോലെ അവൾക്ക് തോന്നി. ജീവന്റെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. അച്ഛന്റെ പെട്ടെന്നുള്ള വിയോഗത്തിന് ശേഷം കുടുംബത്തിന്റെ വലിയൊരു ഭാരം അവന്റെ ചുമലിലായി. തകർച്ചയിലായ ബിസിനസ് കരകയറ്റാനും കുടുംബത്തിന്റെ അന്തസ്സ് നിലനിർത്താനും ഈ വിവാഹം അവനൊരു അനിവാര്യതയായിരുന്നു. എന്നാൽ തന്റെ മുന്നിൽ നിസ്സഹായയായി നിൽക്കുന്ന ഈ പെൺകുട്ടിയോട് താൻ ചെയ്യുന്നത് കടുത്ത നീതികേടാണോ എന്ന ചിന്ത അവനെ വല്ലാതെ അലട്ടി. സ്നേഹിക്കാൻ കഴിയാത്ത ഒരു ഹൃദയവുമായി അവൾക്കൊരു നല്ല ജീവിതം നൽകാൻ തനിക്ക് കഴിയുമോ? ഉത്തരമില്ലാത്ത ആ ചോദ്യങ്ങൾ അവന്റെ മനസ്സിൽ ഇരുൾ വീഴ്ത്തിക്കൊണ്ടേയിരുന്നു. ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് യാത്ര ചോദിക്കുന്ന സമയം വന്നെത്തി. സങ്കടങ്ങൾ അണപൊട്ടിയൊഴുകുന്ന നിമിഷം അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അമ്മ പൊട്ടിക്കരഞ്ഞപ്പോൾ അതുവരെ പിടിച്ചു നിർത്തിയിരുന്ന അവളുടെ നിയന്ത്രണവും നഷ്ടപ്പെട്ടു. ആ കണ്ണീരിൽ അവളുടെ ഭയവും നിസ്സഹായതയും വരാനിരിക്കുന്ന ഭാവിയോടുള്ള ആശങ്കയും എല്ലാം അടങ്ങിയിരുന്നു. ബന്ധുക്കളോട് യാത്ര പറഞ്ഞ് അവൾ അലങ്കരിച്ച കാറിലേക്ക് കയറുമ്പോൾ അവൻ ഡ്രൈവർക്ക് അടുത്തായി മുൻസീറ്റിലാണ് ഇടം പിടിച്ചത്. പിന്നിൽ സ്നേഹം ഒറ്റയ്ക്കായിരുന്നു. ആ ചെറിയ അകലം പോലും അവർക്കിടയിലുള്ള വലിയ മതിലിന്റെ പ്രതീകമായിരുന്നു. കാർ മുന്നോട്ട് കുതിക്കുമ്പോൾ പിന്നിലേക്ക് മറിയുന്ന അവളുടെ സ്വന്തം വീട് അവളുടെ പഴയ ജീവിതത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ അടയാളമായി മാറി. മുൻപിൽ നീണ്ടുകിടക്കുന്ന അപരിചിതമായ പാത അവരുടെ അനിശ്ചിതമായ ഭാവിയെ പ്രതിനിധീകരിച്ചു. പുറത്ത് പെട്ടെന്ന് ചാറ്റൽ മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു. കാറിന്റെ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ ഗ്ലാസിലൂടെ ഒലിച്ചിറങ്ങുന്ന ആ മഴത്തുള്ളികൾ അവളുടെ കണ്ണീരുമായി മത്സരിക്കുന്നത് പോലെ തോന്നി. മുൻസീറ്റിലിരുന്ന് അവൻ ഇടയ്ക്ക് റിയർവ്യൂ മിററിലൂടെ അവളെ നോക്കുന്നുണ്ടായിരുന്നു. അവളുടെ കരയുന്ന മുഖം കണ്ടപ്പോൾ അവനിൽ എന്തോ ഒരു കുറ്റബോധം തോന്നി തുടങ്ങി. അങ്ങനെ ആ യാത്ര തീർത്തും അപരിചിതരായ രണ്ട് വ്യക്തികളെ ഒരേ മേൽക്കുരയ്ക്ക് കീഴിലേക്ക് കൊണ്ടുപോവുകയാണ്. സ്നേഹമോ വിശ്വാസമോ ഇല്ലാത്ത ഒരു ബന്ധത്തിന്റെ തുടക്കം. ഒരു താലിയുടെ ബലത്തിൽ രണ്ട് വിധികൾ ഒരുമിച്ച് സഞ്ചരിക്കാൻ തുടങ്ങുന്നു. ഇനി അവർക്ക് മുന്നിലുള്ളത് വെല്ലുവിളികൾ നിറഞ്ഞ ചോദ്യചിഹ്നങ്ങൾ മാത്രമുള്ള ഒരു പുതിയ ലോകമാണ്. മഴ തോർന്നിരുന്നു. പക്ഷേ ആകാശത്ത് കാർമേഘങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. കാർ വലിയൊരു ഇരുമ്പുകേറ്റ് കടന്ന് ഒരു പഴയ തറവാട്ട് വീടിന്റെ മുറ്റത്ത് വന്നു നിന്നു. തലയെടുപ്പോടെ നിൽക്കുന്ന ആ വീടിന്റെ ഉമ്മറത്ത് ബന്ധുക്കളുടെ ഒരു വലിയ നിര തന്നെ പുതിയ വധുവിനെ വരവേൽക്കാൻ കാത്തു നിൽക്കുകയാണ്. കാറിൽ നിന്നിറങ്ങുമ്പോൾ അവളുടെ കാലുകൾ വല്ലാതെ ഇടർന്നുണ്ട്. തണുത്ത കാറ്റ് വീശിയടിച്ചപ്പോൾ സ്നേഹ തന്റെ സാരി തലപ്പ് ഒന്നുകൂടി ചേർത്തു പിടിച്ചു. അതൊരു പരിചിതമില്ലാത്ത ലോകത്തേക്കുള്ള ആദ്യ ചുവടുവെപ്പായിരുന്നു. വലതുകാൽ വെച്ച് അകത്തേക്ക് കയറിക്കോളൂ മോളെ. ജീവന്റെ അമ്മ നിറപുഞ്ചിരിയോടെ കയ്യിലൊരു നിലവിളക്കുമായി മുന്നോട്ട് വന്നു. ആ വെളിച്ചം അവളുടെ മുഖത്തേക്ക് വീണപ്പോൾ തിളങ്ങുന്ന കണ്ണുകളിലെ ഭയം ആരും കാണാതിരിക്കാൻ അവൾ പെട്ടെന്ന് നോട്ടം താഴേക്ക് മാറ്റി. നിലവിളക്ക് കയ്യിൽ വാങ്ങി വലതുകാൽ വെച്ച് ആ വലിയ വീടിന്റെ പടി കടക്കുമ്പോൾ ഒരു ജയിലറയിലേക്ക് പ്രവേശിക്കുന്നത് പോലെയാണ് സ്നേഹയ്ക്ക് തോന്നിയത്. ചുറ്റും നിൽക്കുന്നവരുടെ ചിരികളും സംസാരങ്ങളും അവളുടെ കാതുകളിൽ വെറും അർത്ഥമില്ലാത്ത ശബ്ദങ്ങളായി മാത്രം മുഴങ്ങി. അകത്തളങ്ങളിലെങ്ങോ അഷ്ടമംഗല്യത്തിന്റെയും ചന്ദ്രത്തിരിയുടെയും ഗന്ധം തങ്ങി നിൽപ്പുണ്ടായിരുന്നു. ജീവൻ ഇതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമല്ലെന്ന മട്ടിൽ ഒരു വികാരവുമില്ലാതെയാണ് ഉമ്മറത്തേക്ക് കയറി വന്നത്. ബന്ധുക്കളുടെ കുശലാന്വേഷണങ്ങളൊക്കെ ഒരു ചിരിയിൽ ഒതുക്കി അവൻ പെട്ടെന്ന് തന്നെ തന്റെ മുറിയിലേക്ക് നടന്നുപോയി. ആ വലിയ വീട്ടിൽ അവൾ പെട്ടെന്ന് ഒറ്റപ്പെട്ടതുപോലെ തോന്നി. ചില ബന്ധുക്കൾ അവളെ പിടിച്ച് ഒരു വലിയ ഹാളിലെ സോഫയിൽ കൊണ്ടിരുത്തി. ആഭരണങ്ങളുടെയും മനസ്സിന്റെ ഭാരവും അവളെ വല്ലാതെ തളർത്തിയിരുന്നു. എല്ലാവരും അവരെക്കുറിച്ചും ആ കല്യാണത്തിന്റെ ഗാംഭീര്യത്തെക്കുറിച്ചും വാചാലരാകുമ്പോഴും അവളുടെ ഉള്ളിൽ ഒരു കൊടുങ്കാറ്റടിക്കുകയായിരുന്നു. രാത്രി ഏറെ വൈകി. ചടങ്ങുകളെല്ലാം അവസാനിച്ചപ്പോൾ ഭർത്തൃ സഹോദരിമാരും മറ്റു ചില സ്ത്രീകളും ചേർന്ന് അവളെ അലങ്കരിച്ച മണിയറയിലേക്ക് കൊണ്ടുപോയി. വാതിൽക്കൽ വെച്ച് സ്നേഹയെ അവർ അകത്തേക്ക് തള്ളി വാതിലടച്ചു. മുറിക്കുള്ളിൽ മുല്ലപ്പൂവിന്റെയും റോസാപ്പൂവിന്റെയും രൂക്ഷമായ ഗന്ധം നിറഞ്ഞു നിന്നിരുന്നു. കട്ടിലിന് ചുറ്റും പൂമാലകൾ തൂക്കിയിട്ടിട്ടുണ്ട്. നടുവിലായി ഒരു വലിയ പാത്രത്തിൽ പാലും പഴങ്ങളും വെച്ചിരിക്കുന്നു. സിനിമകളിലും മറ്റും കണ്ടുമാത്രം പരിചയമുള്ള ആ അന്തരീക്ഷം അവളിൽ വല്ലാത്തൊരു വീർപ്പുമുട്ടൽ ഉണ്ടാക്കി. അവൾ കട്ടിലിന്റെ ഒരറ്റത്ത് ചുരുണ്ടുകൂടിയിരുന്നു. ആ നിമിഷങ്ങളിൽ അവളുടെ ചിന്തകൾ തന്റെ സ്വന്തം വീട്ടിലെ ചെറിയ മുറിയിലേക്കും അവിടെ ഉപേക്ഷിച്ചു പോന്ന പുസ്തകങ്ങളിലേക്കും ഇനി ഒരിക്കലും തിരികെ കിട്ടാത്ത തന്റെ സ്വാതന്ത്ര്യത്തിലേക്കും പാറിപ്പറന്നു. കണ്ണുനീർ ഒഴുകി തീർന്നതിനാൽ ഒരു തരം മരവിപ്പായിരുന്നു ഇപ്പോൾ അവളുടെ കണ്ണുകളിൽ. അരമണിക്കൂറോളം കഴിഞ്ഞപ്പോൾ വാതിലിന്റെ പിടി തിരിയുന്ന ശബ്ദം കേട്ടു. അവളുടെ ഹൃദയമിടിപ്പ് നിമിഷങ്ങൾക്കുള്ളിൽ ഇരട്ടിയായി. വാതിൽ തുറന്ന് ജീവൻ അകത്തേക്ക് വന്നു. മുണ്ടും ഷർട്ടും മാറ്റി സാധാരണ വേഷത്തിലായിരുന്നു ജീവൻ. മുഖത്ത് ഇപ്പോഴും അതേ ഗൗരവം തന്നെയാണ്. വാതിലടച്ച ശേഷം അവൻ തിരിഞ്ഞ് അവളെ നോക്കി. ഒരു നിമിഷം ആ മുറിയിൽ കനത്ത നിശബ്ദത തളം കെട്ടി നിന്നു. ചുമരിലെ ക്ലോക്കിലെ സൂചികൾ ചലിക്കുന്ന ശബ്ദം പോലും ആ നിശബ്ദതയിൽ വ്യക്തമായി കേൾക്കാമായിരുന്നു. അവൻ കട്ടിലിനടുത്തേക്ക് വന്നില്ല. പകരം ജനാലയ്ക്കരികിലേക്ക് നടന്ന് പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി നിന്നു. കുറച്ചു നേരത്തെ മൗനത്തിനു ശേഷം അവൻ തിരിഞ്ഞു നിന്ന് ഒരുതരം നിർവികാരതയോടെ സംസാരിക്കാൻ തുടങ്ങി. നിനക്കറിയാമല്ലോ, ഇതൊരു സാധാരണ വിവാഹമല്ലെന്ന്.
അവന്റെ ശബ്ദത്തിൽ യാതൊരു വികാരവും ഉണ്ടായിരുന്നില്ല. എന്റെ കുടുംബത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങി മറ്റു ചില ബാധ്യതകൾ തീർക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത്. അല്ലാതെ ഇതിൽ മറ്റെന്തെങ്കിലും അർത്ഥമുണ്ടെന്ന് നീ കരുതരുത്. ആ വാക്കുകൾ ഒരു കൂർത്ത അസ്ത്രം പോലെയാണ് സ്നേഹയുടെ ഹൃദയത്തിൽ തറച്ചത്. അവൾ ഒന്നും പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഇത്രയും ക്രൂരമായി ആ സത്യം മുഖത്തു നോക്കി പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ അവൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എങ്കിലും ഒരു മറുപടിയും പറയാതെ അവൾ തല താഴ്ത്തി തന്നെയിരുന്നു. ജീവൻ തുടർന്നു. നിനക്ക് ഈ വീട്ടിൽ എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ടാവും. എന്റെ ഭാര്യ എന്ന നിലയിലുള്ള എല്ലാ ബഹുമാനവും മറ്റുള്ളവരിൽ നിന്ന് നിനക്ക് ലഭിക്കും. സാമ്പത്തികമായി യാതൊരു കുറവും ഉണ്ടാവില്ല. പക്ഷേ എന്നിൽ നിന്ന് ഒരു ഭർത്താവിന്റെ സ്നേഹമോ പരിചരണമോ നീ പ്രതീക്ഷിക്കരുത് കേട്ടോ. ഈ 4 ചുവരുകൾക്കുള്ളിൽ നമ്മൾ വെറും അപരിചിതർ മാത്രമായിരിക്കും സ്നേഹ. അവന്റെ വാക്കുകൾ അവസാനിച്ചപ്പോൾ അവൾ ഒന്ന് നെടുവീർപ്പെട്ടു. ഒരു തരത്തിൽ ആ വാക്കുകൾ അവൾക്ക് ചെറിയൊരു ആശ്വാസം നൽകി. തനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാളുടെ സാമീപ്യം സഹിക്കേണ്ടി വരില്ലല്ലോ എന്ന ചിന്ത അവളുടെ പേടിയെ കുറച്ചൊന്ന് ശമിപ്പിച്ചു. അവൾ പതുക്കെ തലയുയർത്തി ജീവനെ നോക്കി. ഇരുവരുടെയും കണ്ണുകൾ ആദ്യമായി പരസ്പരം ഇടഞ്ഞു. അവന്റെ കണ്ണുകളിലെ ശൂന്യത അവൾക്ക് വായിച്ചെടുക്കാമായിരുന്നു. എനിക്കും ഈ കല്യാണത്തിന് തീരെ താല്പര്യമില്ലായിരുന്നു. വിറയ്ക്കുന്ന ശബ്ദത്തിലാണെങ്കിലും അവൾ തന്റെ നിലപാട് വ്യക്തമാക്കി. എന്റെ കുടുംബത്തിന്റെ നിർബന്ധം കൊണ്ടും എന്റെ അച്ഛന്റെ വാക്കിനെ ധിക്കരിക്കാൻ കഴിയാത്തത് കൊണ്ടും മാത്രമാണ് ഞാൻ ഇതിന് നിന്നു തന്നത്. നിങ്ങളെ ഒരു ഭർത്താവായി കാണാൻ എനിക്കും കഴിയില്ല. അത് കേട്ടപ്പോൾ അവന്റെ മുഖത്ത് നേരിയൊരു ആശ്വാസം മിന്നിമറഞ്ഞു. രണ്ടുപേരും ഒരേ വഞ്ചിയിലാണെന്ന തിരിച്ചറിവ് അവർക്കിടയിലെ ശത്രുതയുടെ കാഠിന്യം കുറച്ചു. അവൻ ഒന്നും മിണ്ടാതെ അലമാരയിൽ നിന്ന് ഒരു തലയിണയും പുതപ്പുമെടുത്ത് മുറിയുടെ മൂലയിലുള്ള സോഫയിലേക്ക് നടന്നു. ലൈറ്റുകൾ അണച്ച് ചെറിയൊരു ബെഡ് ലാമ്പ് മാത്രം ഓണാക്കി അവൻ സോഫയിൽ കിടന്നു. ആ രാത്രിയിൽ ആ മുറിയിൽ 2 ഹൃദയങ്ങൾ കരയുന്നുണ്ടായിരുന്നു. താലിച്ചരടിൽ കോർക്കപ്പെട്ട 2 വിധികൾ. ഒരേ മുറിയിൽ ഇരുവരും പരസ്പരം മുഖം തിരിഞ്ഞു കിടന്നു. പുറത്തു വീണ്ടും മഴ ചാറാൻ തുടങ്ങിയിട്ടുണ്ട്. ആ മഴയുടെ താളത്തിൽ നഷ്ടപ്പെട്ട സ്വപ്നങ്ങളെ കുറിച്ചോർത്ത് അവളും മുന്നിലുള്ള അനിശ്ചിതമായ ഭാവിയെക്കുറിച്ച് അവനും ഉറക്കമില്ലാത്ത ഒരു നീണ്ട രാത്രിയിലേക്ക് വഴുതി വീണു. ആ മണിയറയുടെ മൗനം അവരുടെ ജീവിതത്തിലുടനീളം തളം കെട്ടി നിൽക്കാനുള്ള ഒരു വലിയ വിടവിന്റെ തുടക്കം മാത്രമായിരുന്നു. ജനാലച്ചില്ലുകളിലൂടെ അരിച്ചിറങ്ങിയ പ്രഭാത കിരണങ്ങൾ മണിയറയിലെ ഇരുട്ടിനെ വകഞ്ഞു മാറ്റി. കട്ടിലിന്റെ ഒരറ്റത്ത് ചുണ്ടുകൂടി കിടക്കുന്ന സ്നേഹം മെല്ലെ കണ്ണുകൾ തുറന്നു. ഒരു നിമിഷം അവൾക്ക് എവിടെയാണെന്ന് മനസ്സിലായില്ല. അപരിചിതമായ മേൽക്കൂരയും ചുവരുകളും. പെട്ടെന്ന് ഇന്നലത്തെ സംഭവങ്ങൾ അവളുടെ ഓർമ്മയിലേക്ക് ഇരച്ചു കയറി. വാടിയ മുല്ലപ്പൂക്കളുടെയും കരിഞ്ഞ ചന്ദനത്തിരിയുടെയും ഗന്ധം ആ മുറിയിൽ ഇപ്പോഴും തങ്ങി നിൽപ്പുണ്ടായിരുന്നു. അവൾ തിരിഞ്ഞ് സോഫയിലേക്ക് നോക്കി. ജീവൻ അവിടെ ഉണ്ടായിരുന്നില്ല. അവൻ നേരത്തെ തന്നെ എഴുന്നേറ്റ് കുളിച്ച് വേഷം മാറിയിരുന്നു. കണ്ണാടിക്ക് മുന്നിൽ നിന്ന് മുടിചീകുകയായിരുന്ന ജീവൻ സ്നേഹം ഉണർന്നത് കണ്ടെങ്കിലും അവളോട് ഒന്നും മിണ്ടിയില്ല. മുറിയിലെ നിശബ്ദതയ്ക്ക് വല്ലാത്തൊരു ഭാരമുണ്ടായിരുന്നു. സ്നേഹ പതുക്കെ എഴുന്നേറ്റു. അവളുടെ കഴുത്തിലെ താലിമാല ശരീരത്തിൽ ഉരഞ്ഞപ്പോൾ വല്ലാത്തൊരു തണുപ്പ് അനുഭവപ്പെട്ടു. വേഗം കുളിച്ച് റെഡിയാകുക, ജീവൻ പെട്ടെന്ന് പറഞ്ഞു. അവന്റെ ശബ്ദത്തിൽ യാതൊരു വികാരവും ഉണ്ടായിരുന്നില്ല. പുറത്ത് അമ്മയും ബന്ധുക്കളും കാത്തു നിൽക്കുന്നുണ്ടാകും. നമ്മൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ലെന്ന് അവർക്ക് തോന്നണം. ഈ 4 ചുവരുകൾക്കുള്ളിലെ കാര്യങ്ങൾ പുറത്താരും അറിയാൻ പാടില്ല സ്നേഹ. അവൾ ഒരു മറുപടിയും പറയാതെ തലയാട്ടി. അവൾക്കറിയാമായിരുന്നു ഇനി മുതൽ ഈ വീട്ടിൽ തനിക്കൊരു നടിയാകേണ്ടി വരുമെന്ന്. കുളി കഴിഞ്ഞ് ഒരു ഇളം നീല നിറമുള്ള കസവ് സാരി എടുത്ത് നെറ്റിയിൽ സിന്ദൂരവും തൊട്ട് അവൾ പുറത്തേക്ക് വരാൻ തയ്യാറായി. കണ്ണാടിയിൽ സ്വന്തം പ്രതിബിംബം കണ്ടപ്പോൾ അവൾക്ക് തന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ചുണ്ടുകളിൽ നിർബന്ധിതമായ ഒരു പുഞ്ചിരി വരുത്തി അവൾ വാതിൽക്കിലേക്ക് നടന്നു. വാതിൽ തുറന്ന് പുറത്തിറങ്ങിയപ്പോൾ ജീവനും അവളോടൊപ്പം നടന്നു. താഴെ ഹാളിൽ ജീവന്റെ അമ്മയും ചില ബന്ധുക്കളും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. പുതിയ വധൂവരന്മാർ പടികളിറങ്ങി വരുന്നത് കണ്ടപ്പോൾ അവരുടെ മുഖത്ത് സന്തോഷം വിടർന്നു. ആഹാ, രണ്ടുപേരും എഴുന്നേറ്റോ? നല്ല ഉറക്കമായിരുന്നോ മോളെ? ജീവന്റെ അമ്മ സ്നേഹയുടെ അടുത്തേക്ക് വന്ന് സ്നേഹത്തോട് ചോദിച്ചു. അതേ അമ്മേ, സ്നേഹ കള്ളം പറഞ്ഞു. അവളുടെ നോട്ടം പെട്ടെന്ന് ജീവന്റെ മുഖത്തേക്ക് നീണ്ടു. അവൻ വളരെ സ്വാഭാവികമായി ചിരിച്ചുകൊണ്ട് അമ്മയോട് സംസാരിക്കുകയായിരുന്നു. അത്രയും നേരം മുറിയിൽ കണ്ട ഗൗരവക്കാരനായ ജീവനെ ആയിരുന്നില്ല അത്. അവന്റെ ആ മാറ്റം സ്നേഹയെ അത്ഭുതപ്പെടുത്തി. പുറം ലോകത്തിന് മുന്നിൽ അവനൊരു നല്ല മകനും സ്നേഹനിധിയായ ഭർത്താവുമായിരുന്നു. പ്രഭാത ഭക്ഷണത്തിനായുള്ള ഒരുക്കങ്ങൾ അടുക്കളയിൽ നടക്കുകയാണ്. സ്നേഹ പതിയെ അടുക്കളയിലേക്ക് ചെന്നു. ജീവന്റെ അമ്മ അവൾക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. ജീവന് രാവിലെ അപ്പവും സ്റ്റൂവുമാണ് ഇഷ്ടം. അവന് എരിവ് അധികം പാടില്ല. അമ്മ വാചാലയായി. സ്നേഹ അതെല്ലാം കേട്ട് യാന്ത്രികമായി തലയാട്ടി. അവളുടെ മനസ്സിൽ അപ്പോൾ തന്റെ സ്വന്തം അമ്മയായിരുന്നു. അവിടെ അവൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണമായിരുന്നു അമ്മ ഉണ്ടാക്കി കൊടുത്തിരുന്നത്. ഇപ്പോൾ മറ്റൊരാളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ അവൾ നിർബന്ധിതയായിരിക്കുന്നു. ഡൈനിങ് ടേബിളിൽ എല്ലാവരും ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിച്ചത്. ജീവന്റെ അടുത്ത് തന്നെയാണ് സ്നേഹയ്ക്ക് ഇരിക്കേണ്ടി വന്നതും. മറ്റുള്ളവർ കാണാൻ വേണ്ടി അവൻ സ്നേഹയോട് ചില കാര്യങ്ങൾ ചോദിക്കുകയും ചിരിക്കുകയും ചെയ്തു. സ്നേഹയും അതിനനുസരിച്ച് പ്രതികരിച്ചു. പക്ഷേ ആ ചിരികൾക്കിടയിലെ പൊള്ളത്തരം അവർക്ക് രണ്ടുപേർക്ക് മാത്രമേ അറിയാമായിരുന്നുള്ളൂ. ആ വലിയ മേശയ്ക്ക് ചുറ്റും ബന്ധുക്കളുടെ സന്തോഷ പ്രകടനങ്ങൾ നടക്കുമ്പോഴും സ്നേഹയ്ക്കും ജീവനും അതൊരു നാടകവേദി മാത്രമായിരുന്നു.
ഭക്ഷണം കഴിഞ്ഞ ഉടനെ ജീവൻ എഴുന്നേറ്റു. എനിക്ക് ഓഫീസിൽ കുറച്ച് അത്യാവശ്യ കാര്യങ്ങളുണ്ട്, പെട്ടെന്ന് പോകണം, അവൻ പറഞ്ഞു. ഇന്ന് കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേന്ന് തന്നെയോ? ഒരു ദിവസം അവധി എടുത്തൂടെ മോനെ? ഒരു ബന്ധു അതിശയത്തോടെ ചോദിച്ചു. ഇല്ല, അച്ഛൻ പോയതിനു ശേഷം ബിസിനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ താറുമാറായി കിടക്കുകയാണ്, അതൊക്കെ ഒന്ന് ശരിയാക്കണം, ജീവൻ ഗൗരവത്തോടെ പറഞ്ഞു. അവൻ സ്നേഹയെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ കാറിന്റെ താക്കോലും എടുത്ത് പുറത്തേക്ക് നടന്നു. ആ യാത്ര പറച്ചിൽ സ്നേഹയോടുള്ള യാതൊരു പരിഗണനയും ഉണ്ടായിരുന്നില്ല. ജീവൻ പോയതോടെ ആ വലിയ വീട്ടിൽ സ്നേഹയ്ക്ക് വല്ലാത്ത ഏകാന്തത അനുഭവപ്പെട്ടു. ബന്ധുക്കൾ ഓരോരുത്തരായി യാത്ര പറഞ്ഞു പോയി തുടങ്ങി. ഉച്ചയായപ്പോഴേക്കും വീട് ഏറെക്കുറെ ശാന്തമായി. അവൾ തന്റെ മുറിയിലേക്ക് തന്നെ മടങ്ങി. തന്റെ സൂട്ട് കേസ് തുറന്നപ്പോൾ അതിൽ ഭദ്രമായി വെച്ചിരുന്ന അവളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ കണ്ണിൽപ്പെട്ടു. ഒരുപാട് സ്വപ്നങ്ങളോടെ പഠിച്ചു നേടിയതാണ് അതെല്ലാം. അതൊക്കെ ഇനി വെറും കടലാസു കഷ്ണങ്ങൾ മാത്രമായി മാറുമോ എന്ന ചിന്ത അവളുടെ കണ്ണുകളെ ഈറനണിയിച്ചു. സ്വതന്ത്രയായി പറക്കാൻ ആഗ്രഹിച്ച ഒരു പക്ഷി ഇപ്പോൾ ആ വലിയ സ്വർണ്ണ പഞ്ചരത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഈ വീടിന്റെ ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിപ്പോകാനാണോ തന്റെ വിധിയെന്ന് അവൾ ഭയന്നു. അതേസമയം കാർ ഓടിച്ചു പോകുമ്പോൾ ജീവന്റെ മനസ്സും ശാന്തമായിരുന്നില്ല. ട്രാഫിക്കിൽ വണ്ടി നിർത്തിയപ്പോൾ അവന്റെ ചിന്തകൾ തിരികെ ആ മുറിയിലേക്ക് പോയി. സ്നേഹയുടെ നിസ്സഹായത നിറഞ്ഞ കണ്ണുകൾ അവനെ വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു. തന്റെ കുടുംബത്തിന്റെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി ഒരു പെൺകുട്ടിയുടെ ജീവിതം താൻ നശിപ്പിക്കുകയാണോ എന്ന കുറ്റബോധം അവന്റെ ഉള്ളിൽ നീറിപ്പുകഞ്ഞു. എന്നാൽ അവന് വേറെ വഴിയില്ലായിരുന്നു. അച്ഛന് വരുത്തിവെച്ച കടങ്ങളുടെ ഒരു വലിയ മലയാണ് അവന് മുന്നിലുള്ളത്. അതെല്ലാം തീർക്കണമെങ്കിൽ രാപ്പകലില്ലാതെ അധ്വാനിച്ചേ മതിയാകൂ. പ്രണയത്തിനും ഒരു സാധാരണ കുടുംബജീവിതത്തിനും അവിടെ സ്ഥാനമില്ലായിരുന്നു. സ്നേഹയ്ക്ക് എന്തെങ്കിലും വാഗ്ദാനങ്ങൾ നൽകി അവളെ കൂടുതൽ മോഹിപ്പിക്കാൻ അവൻ ആഗ്രഹിച്ചില്ല. പകലുകൾ അവർക്കിരുവർക്കും ഒരു മുഖംമൂടിയുടെ ആവശ്യകത നൽകി. പുറത്തുനിന്നുള്ളവർക്ക് അവർ തികഞ്ഞ ദമ്പതികളായിരുന്നു, പരസ്പരം സ്നേഹിക്കുന്നവരും ബഹുമാനിക്കുന്നവരും. എന്നാൽ രാത്രിയാകുമ്പോൾ ആ മണിയറയുടെ വാതിലുകൾ അടയുമ്പോൾ ആ മുഖംമൂടികൾ അഴിഞ്ഞു വീഴും. സ്നേഹയും ജീവനും ഒരേ മേൽക്കൂരയ്ക്ക് കീഴിൽ എന്നാൽ തീർത്തും വിഭിന്നമായ രണ്ട് സമാന്തര രേഖകളിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങിയിരുന്നു. ഒരിക്കലും കൂട്ടിമുട്ടാത്ത രണ്ട് രേഖകൾ. നഷ്ടപ്പെട്ട സ്വപ്നങ്ങളെ ഓർത്ത് സ്നേഹയും മുന്നിലുള്ള ഭാരങ്ങളെ ഓർത്ത് ജീവനും ആ പകൽ കടന്നു പോകാൻ കാത്തിരുന്നു. ഉച്ച തിരിഞ്ഞതോടെ ആ വലിയ തറവാട് തികഞ്ഞ നിശബ്ദതയിലേക്ക് വഴുതി വീണു. ജീവന്റെ അമ്മ ഉച്ചയിറക്കത്തിനായി അവരുടെ മുറിയിലേക്ക് പോയതോടെ സ്നേഹ ആ വലിയ വീട്ടിൽ തീർത്തും ഒറ്റപ്പെട്ടു. ജനാലയിലൂടെ പുറത്തെ വിശാലമായ മുറ്റത്തേക്കും അതിർത്തിയിലെ വലിയ മതിലിലേക്കും അവൾ നോക്കി നിന്നു. സ്വർണ്ണക്കൂട്ടിലടയ്ക്കപ്പെട്ട ഒരു പക്ഷിയുടെ അവസ്ഥയായിരുന്നു സ്നേഹയ്ക്ക്. തന്റെ മുറിയിലെ അലമാര തുറന്ന് സാധനങ്ങൾ അടുക്കി വെക്കാൻ അവൾ തീരുമാനിച്ചു. അലമാരയുടെ ഒരു ഭാഗം ജീവന്റെ വസ്ത്രങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. കൃത്യമായി തേച്ചു വെച്ച വില കൂടിയ ഷർട്ടുകളും പാന്റുകളും, അതിനടുത്തായി തന്റെ സാധാരണ ചുരിദാറുകളും സാരികളും വെക്കുമ്പോൾ ആ വസ്ത്രങ്ങൾ തമ്മിൽ പോലും ഒരു സ്പർശനം ഉണ്ടാകാതിരിക്കാൻ അവൾ പ്രത്യേകം ശ്രദ്ധിച്ചു. അവരുടെ ബന്ധം പോലെ തന്നെ ആ അലമാരക്കുള്ളിലും അവർക്കിടയിൽ അദൃശ്യമായ ഒരു മതിൽ അവൾ പണിതുയർത്തി. തന്റെ ബാഗിന്റെ അടിത്തട്ടിൽ നിന്നും അവൾ ഒരു പഴയ ഡയറി പുറത്തെടുത്തു. കോളേജ് കാലഘട്ടത്തിൽ അവൾ കുത്തിക്കുറിച്ചിരുന്ന കവിതകളും സ്വപ്നങ്ങളുമായിരുന്നു അതിൽ നിറയെ. കൂട്ടുകാരികൾക്കൊപ്പം ക്യാമ്പസിലെ മരച്ചുവട്ടിലിരുന്ന് ഭാവി ജീവിതത്തെക്കുറിച്ച് നെയ്തുകൂട്ടിയ സ്വപ്നങ്ങൾ. അവളോടൊപ്പം പഠിച്ച പലരും ഇപ്പോൾ വലിയ കമ്പനികളിൽ ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ട്. ചിലർ ഉപരിപഠനത്തിനായി തയ്യാറെടുക്കുകയും ചെയ്തു. എന്നാൽ താൻ ഒരു വലിയ വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ യാതൊരു അർത്ഥവുമില്ലാതെ ഒരു ബന്ധത്തിന്റെ തടവുകാരിയായി ജീവിക്കാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു. ആ ഡയറിയിലെ താളുകളിലേക്ക് അവളുടെ കണ്ണുനീർ വീണ് അക്ഷരങ്ങൾ പടർന്നു. അതേസമയം നഗരത്തിലെ തിരക്കേറിയ ഒരു കെട്ടിടത്തിന്റെ മുകളിലെത്തിയ നിലയിൽ തന്റെ ഓഫീസിലിരുന്ന് ജീവൻ തലപുകയ്ക്കുകയായിരുന്നു. മേശപ്പുറത്ത് ഫയലുകളുടെ ഒരു വലിയ കൂമ്പാരം തന്നെയുണ്ട്. അച്ഛന്റെ പെട്ടെന്നുള്ള മരണം ബിസിനസ്സിൽ വലിയൊരു ശൂന്യതയാണ് സൃഷ്ടിച്ചത്. ബാങ്കുകളിൽ നിന്നുള്ള നോട്ടീസുകളും കടക്കാരുടെ ഭീഷണികളും അവനെ വല്ലാത്ത സമ്മർദ്ദത്തിലാക്കിയിരിക്കുന്നു. വിവാഹം കഴിഞ്ഞ പിറ്റേ ദിവസം തന്നെ അവൻ ഓഫീസിലേക്ക് ഓടിയെത്തിയത് ഈ പ്രതിസന്ധികളിൽ നിന്നും ഒളിച്ചോടാൻ കൂടിയായിരുന്നു. മേശപ്പുറത്തിരിക്കുന്ന അച്ഛന്റെ ഫോട്ടോയിലേക്ക് അവൻ നോക്കി. എന്തിനായിരുന്നു അച്ഛ ഇത്രയും വലിയൊരു ഭാരം എന്റെ തലയിൽ വെച്ച് തന്നിട്ട് പോയത്? അവൻ മനസ്സിൽ ചോദിച്ചു. ഈ സാമ്പത്തിക തകർച്ചയ്ക്കിടയിൽ ഒരു വിവാഹം അവന് ചിന്തിക്കാൻ പോലും കഴിയുന്ന കാര്യമായിരുന്നില്ല. എന്നാൽ അച്ഛന്റെ മരണശേഷം തളർന്നുപോയ അമ്മയുടെ ഒരേ ഒരു നിർബന്ധമായിരുന്നു അവനൊരു കുടുംബമാകണം എന്നത്. മാത്രമല്ല, ബിസിനസ് ലോകത്ത് തങ്ങളുടെ കുടുംബത്തിന് ഇപ്പോഴും യാതൊരു കുഴപ്പമില്ല എന്ന് വരുത്തി തീർക്കാൻ ഈ ആഡംബര വിവാഹം ഒരു ആവശ്യവുമായിരുന്നു. അതിനുവേണ്ടി മാത്രമാണ് അവൻ സ്നേഹയെ തന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത്. അവൾ തീർത്തും നിരപരാധിയാണെന്നും അവളുടെ സ്വപ്നങ്ങളെയാണ് താൻ തകർത്തതെന്നും അവൻ അറിയാമായിരുന്നു. പക്ഷെ ഇപ്പോൾ അവളോട് സഹതാപം കാണിക്കാനോ സ്നേഹം പ്രകടിപ്പിക്കാനോ ഉള്ള മാനസികാവസ്ഥയായിരുന്നില്ല അവന്. വികാരങ്ങൾക്ക് മുന്നിൽ വഴിമാറിക്കൊടുത്താൽ താൻ തോറ്റുപോകുമെന്ന് ജീവൻ ഭയന്നു. സന്ധ്യ മയങ്ങിയതോടെ ജീവന്റെ കാർ ഗേറ്റ് കടന്ന് മുറ്റത്തേക്ക് വന്നു. കാറിന്റെ ഹോൺ കേട്ടപ്പോൾ അടുക്കളയിലായിരുന്ന സ്നേഹയുടെ നെഞ്ചൊന്ന് പിടഞ്ഞു. ഭർത്താവ് ജോലി കഴിഞ്ഞു വരുമ്പോഴുള്ള സന്തോഷമായിരുന്നില്ല, മറിച്ച് ഇനി വീണ്ടും നാടകം തുടങ്ങണമല്ലോ എന്ന ഭയമായിരുന്നു അവളിൽ. വേഗം മുഖം കഴുകി മുടി ശരിയാക്കി അവൾ ഉമ്മറത്തേക്ക് ചെന്നു. ജീവൻ പടികൾ കയറി വരുമ്പോൾ അവന്റെ മുഖത്ത് വല്ലാത്തൊരു ക്ഷീണം ഉണ്ടായിരുന്നു. എന്നാൽ ഉമ്മറത്ത് അമ്മയെയും സ്നേഹയെയും കണ്ടതും അവൻ പെട്ടെന്ന് തന്റെ ഭാവം മാറ്റി. മുഖത്തൊരു കൃത്രിമച്ചിരി വരുത്തി അവൻ സ്നേഹയെ നോക്കി ചോദിച്ചു, എന്തൊക്കെയുണ്ട് സ്നേഹ വിശേഷങ്ങൾ? അമ്മ നിന്നെ കൊണ്ട് ഒരുപാട് പണിയൊന്നും എടുപ്പിച്ചില്ലല്ലോ അല്ലേ?
അമ്മ കേൾക്കാൻ വേണ്ടിയുള്ള ആ ചോദ്യത്തിന് അതേ നാടകീയതയോടെ സ്നേഹ മറുപടി നൽകി. ഏയ് ഇല്ല, ഞാനിവിടെ വെറുതെ ഇരിക്കുകയായിരുന്നു. നിങ്ങൾക്ക് ചായ എടുക്കട്ടെ? അവരുടെ ആ പരസ്പരമുള്ള സ്നേഹപ്രകടനം കണ്ട് അമ്മ സന്തോഷത്തോടെ ചിരിച്ചു. പുറം ലോകത്തിന് മുന്നിൽ അവർ പടുത്തുയർത്തിയ ആ ചീട്ടുകൊട്ടാരം വളരെ ഭദ്രമായിരുന്നു. അത്താഴത്തിന് ശേഷം എല്ലാവരും ഉറങ്ങാൻ പോയി. വീണ്ടും ആ മണിയറയുടെ വാതിലുകൾ അവർക്ക് പിന്നിൽ അടഞ്ഞു. വാതിലടഞ്ഞ ശബ്ദം കേട്ടതും ജീവന്റെ മുഖത്ത് ചിരി മാഞ്ഞു. കൈ അഴിച്ചു മാറ്റി വല്ലാത്തൊരു ദേഷ്യത്തോടെ അവൻ തന്റെ ബാഗ് കസേരയിലേക്ക് വലിച്ചെറിഞ്ഞു. അവന്റെ കണ്ണുകളിലെ സമ്മർദ്ദം സ്നേഹ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കുറച്ചുനേരം ആ മുറിയിൽ കനത്ത മൗനം തളങ്കെട്ടി നിന്നു. പെട്ടെന്ന് സ്നേഹ ആ മൗനം ഭേദിച്ചു. പകലത്തെ ചിന്തകൾ അവൾക്ക് കുറച്ചുകൂടി ധൈര്യം നൽകിയിരുന്നു. എനിക്കൊരു കാര്യം പറയാനുണ്ട്. അവളുടെ ശബ്ദം നേരിയ തോതിൽ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ജീവൻ തിരിഞ്ഞ് അവളെ നോക്കി. എന്താ? അവൾ ഗൗരവത്തിൽ ചോദിച്ചു. എനിക്ക് ജോലിക്ക് പോകണം. എന്റെ പഠിപ്പിങ്ങനെ വെറുതെയാക്കാൻ എനിക്ക് വയ്യ. എനിക്ക് എന്റേതായ ഒരു വരുമാനം വേണം. സ്നേഹ തന്റെ ആഗ്രഹം തുറന്നു പറഞ്ഞു. ജീവന്റെ നെറ്റി ചുളിഞ്ഞു. അവനൊരു ദീർഘനിശ്വാസത്തോടെ സോഫയിലേക്ക് ഇരുന്നു. ഇപ്പോൾ അത് നടക്കില്ല സ്നേഹ. ഈ തറവാട്ടിലെ സ്ത്രീകൾ ആരും ഇതുവരെ ജോലിക്ക് പോയിട്ടില്ല. നീ ജോലിക്ക് പോയാൽ അത് അമ്മയ്ക്കും മറ്റു ബന്ധുക്കൾക്കും സംശയം ഉണ്ടാക്കും. സാമ്പത്തികമായി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് അവർ ചോദിക്കും. നമ്മൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ലെന്ന് എല്ലാവരെയും വിശ്വസിപ്പിക്കേണ്ടത് എന്റെ ആവശ്യമാണ്. അപ്പോൾ എന്റെ സ്വപ്നങ്ങളോ, എന്റെ സ്വാതന്ത്ര്യമോ? സ്നേഹയുടെ കണ്ണുകൾ നിറഞ്ഞു. നിങ്ങളുടെ കുടുംബത്തിന്റെ പേര് സംരക്ഷിക്കാൻ വേണ്ടി എന്റെ ജീവിതം എന്തിനാണ് ഹോമിക്കുന്നത്? ജീവൻ പെട്ടെന്ന് എഴുന്നേറ്റു. അവന്റെ ശബ്ദം അല്പം കടുത്തു. സ്വപ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട് സ്നേഹ. പക്ഷെ ചില യാഥാർത്ഥ്യങ്ങൾക്ക് മുന്നിൽ അതെല്ലാം ഉപേക്ഷിക്കേണ്ടി വരും. എനിക്കും ഉണ്ടായിരുന്നു ചില സ്വപ്നങ്ങൾ. പക്ഷെ ഇന്ന് ഞാൻ അനുഭവിക്കുന്ന നരകം എന്താണെന്ന് നിനക്കറിയില്ല. അതുകൊണ്ട് തൽക്കാലം ഈ ജോലിക്കാര്യം നീ മറന്നേക്കൂ. അത്രയും പറഞ്ഞ് അവൻ മുറിയിലെ ലൈറ്റുകൾ അണച്ചു. സോഫയിൽ പുതച്ചു മൂടിക്കിടക്കുമ്പോൾ ജീവന്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. ഇരുട്ടിൽ കട്ടിലിന്റെ ഒരറ്റത്ത് സ്നേഹ ശബ്ദമുണ്ടാക്കാതെ കരയുകയായിരുന്നു. തന്റെ ജീവിതം ഈ ഇരുട്ടറയിൽ തന്നെ അവസാനിക്കുമെന്ന സത്യം അവൾ തിരിച്ചറിയുകയായിരുന്നു. ആ രാത്രിയും അവർക്കിടയിലെ അകലം കുറച്ചില്ല, മറിച്ച് അത് കൂടുതൽ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. പുലർച്ചെ പെയ്ത മഴയുടെ തണുപ്പ് ആ വലിയ തറവാട്ടിലെ ഓരോ മുറികളിലേക്ക് മരിച്ചിറങ്ങിയിരുന്നു. ജനാല ചില്ലുകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മഴത്തുള്ളികളിലൂടെ പുറത്തെ മങ്ങിയ വെളിച്ചം മണിയറയിലേക്ക് കടന്നു വന്നു. രാത്രിയിൽ എപ്പോഴോ കരഞ്ഞുറങ്ങിപ്പോയ സ്നേഹ ഞെട്ടി ഉണർന്നു. തലയിണയിൽ വീണ കണ്ണീർപ്പാടുകൾ അവളെ നോക്കി തേങ്ങി. അവൾ കണ്ണുകൾ തിരുമ്മി പതിയെ എഴുന്നേറ്റു. അല്പമകലെ സോഫയിൽ ജീവൻ നല്ല ഉറക്കത്തിലായിരുന്നു. പുതപ്പിനുള്ളിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന ആ മനുഷ്യനെ നോക്കുമ്പോൾ ഇന്നലെ രാത്രി തന്നോട് അത്രയും ക്രൂരമായി സംസാരിച്ച വ്യക്തിയാണോ ഇതെന്ന് അവൾക്ക് സംശയം തോന്നി. ഉറക്കത്തിൽ അവന്റെ മുഖത്തെ ഗൗരവമെല്ലാം മാഞ്ഞു പോയിരുന്നു. പകരം വല്ലാത്തൊരു നിഷ്കളങ്കത അവിടെ നേളിച്ചിരുന്നു. ഇന്നലത്തെ വാക്കുകൾ സ്നേഹയുടെ കാതുകളിൽ വീണ്ടും മുഴങ്ങി. സ്വപ്നങ്ങൾ എല്ലാവർക്കുമുണ്ട്. പക്ഷെ ചില യാഥാർത്ഥ്യങ്ങൾക്ക് മുന്നിൽ അതെല്ലാം ഉപേക്ഷിക്കേണ്ടി വരും. എന്തായിരിക്കും അവൻ ആ പറഞ്ഞതിന്റെ അർത്ഥം? സ്നേഹയുടെ മനസ്സിൽ ചോദ്യങ്ങൾ ഉയർന്നു. തന്റേതുപോലെ അവനും നഷ്ടപ്പെട്ട എന്തെങ്കിലും സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നോ? അതോ വെറുമൊരു ന്യായീകരണത്തിന് വേണ്ടി പറഞ്ഞതായിരുന്നോ? അവൾ പതുക്കെ എഴുന്നേറ്റ് ജനാലയ്ക്കരികിലേക്ക് നടന്നു. പുറത്ത് മഴ തോർന്നിരുന്നെങ്കിൽ മരച്ചില്ലകളിൽ നിന്ന് വെള്ളത്തുള്ളികൾ ഇറ്റു വീഴുന്നുണ്ടായിരുന്നു. അവളുടെ മനസ്സിലെ സങ്കടങ്ങളും ആ മഴത്തുള്ളികൾ പോലെ അവസാനിക്കാതെ പെയ്തുകൊണ്ടിരുന്നു. പതിവ് പോലെ പ്രഭാത കർമ്മങ്ങൾ കഴിഞ്ഞ് അവർ താഴേക്ക് ചെന്നു. പകലിന്റെ വെളിച്ചം വീണതോടെ അവരുടെ മുഖത്ത് വീണ്ടും നാടകീയമായ ചിരികൾ സ്ഥാനം പിടിച്ചു. ഡൈനിങ് ടേബിളിൽ ഭക്ഷണത്തിന് മുന്നിലിരിക്കുമ്പോൾ ജീവൻ വളരെ സ്വാഭാവികമായി സ്നേഹയോട് സംസാരിച്ചു. അമ്മയുടെ മുന്നിൽ വെച്ച് അവൻ അവൾക്ക് ദോശ എടുത്തു കൊടുത്തു. അവളുടെ വീട്ടിലെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. സ്നേഹയും ആ അഭിനയത്തോട് പൂർണ്ണമായി സഹകരിച്ചു. പക്ഷെ ആ ചിരികൾക്ക് പിന്നിലെ ശൂന്യത അവളെ വല്ലാതെ വീർപ്പ് മുട്ടിക്കുന്നുണ്ടായിരുന്നു. അമ്മയുടെ നിറഞ്ഞ കണ്ണുകളിലെ സന്തോഷം കാണുമ്പോൾ സ്നേഹയ്ക്ക് വല്ലാത്തൊരു കുറ്റബോധം തോന്നി. പാവം അമ്മ, തന്റെ മകനും മരുമകളും സന്തോഷത്തിലാണെന്ന് കരുതി ആശ്വസിക്കുകയാണവർ. സത്യമറിഞ്ഞാൽ ആ ഹൃദയം തകർന്നു പോകുമെന്ന് സ്നേഹയ്ക്ക് അറിയാമായിരുന്നു. ഭക്ഷണം കഴിഞ്ഞ് ധൃതിയിൽ കാറെടുത്ത് ജീവൻ ഓഫീസിലേക്ക് പോയി. വീണ്ടും ആ വലിയ വീട്ടിൽ സ്നേഹ ഒറ്റപ്പെട്ടു. അമ്മ പൂജാമുറിയിൽ പ്രാർത്ഥനയിലായിരുന്നു. സമയത്തെ എങ്ങനെ തോൽപ്പിക്കുമെന്നറിയാതെ സ്നേഹ ആ വീടിന്റെ ഓരോ മുറികളിലൂടെയും വെറുതെ നടന്നു. മുകളിലത്തെ നിലയിലെ ഒരു നീണ്ട ഇടനാഴിയുടെ അവസാനമായി അടഞ്ഞുകിടക്കുന്ന ഒരു തടിവാതിൽ അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആ വാതിലിന്റെ കുളത്തിൽ പൊടി പിടിച്ചിരുന്നു. കൗതുകത്തോടെ അവൾ ആ വാതിൽ പതുക്കെ തുറന്നു. അതൊരു പഴയ ലൈബ്രറി അഥവാ പഠനമുറിയായിരുന്നു. ചുവരുകളിൽ മുഴുവൻ പുസ്തകങ്ങൾ നിറച്ച അലമാരകൾ. മുറിയുടെ നടുവിലായി ഒരു പഴയ തടിമേശയും കസേരയും. ജനാലകൾ അടഞ്ഞു കിടന്നിരുന്നതിനാൽ മുറിയിൽ വല്ലാത്തൊരു ഇരുട്ടും പഴക്കത്തിന്റെ ഗന്ധവും ഉണ്ടായിരുന്നു. സ്നേഹ ജനാലകൾ തുറന്നിട്ടു. വെളിച്ചം അകത്തേക്ക് വീണപ്പോൾ മേശപ്പുറത്ത് അടുക്കി വെച്ചിരിക്കുന്ന ചില സാധനങ്ങൾ അവൾ കണ്ടു. അവൾ പതുക്കെ അങ്ങോട്ട് നടന്നു. അവിടെ കുറച്ച് ഫയലുകൾക്കും പഴയ പുസ്തകങ്ങൾക്കും ഒപ്പം കട്ടിയുള്ള പുറംചട്ടയുള്ള ഒരു പുസ്തകം ഇരിപ്പുണ്ട്. അതിനു മുകളിൽ വില കൂടിയ ഒരു പഴയ ക്യാമറയും. സ്നേഹ ആ പുസ്തകം കയ്യിലെടുത്തു. അതിന്റെ ആദ്യത്തെ പേജ് മറിച്ചപ്പോൾ അവൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. അതൊരു സ്കെച്ച് ബുക്ക് ആയിരുന്നു. ജീവൻ രാമചന്ദ്രൻ എന്ന് ഭംഗിയുള്ള അക്ഷരങ്ങളിൽ അവിടെ എഴുതിയിട്ടുണ്ട്. അവൾ ആകാംക്ഷയോടെ ഓരോ പേജുകളും മറിച്ചു നോക്കി. അതിൽ നിറയെ മനോഹരമായ പെൻസിൽ ഡ്രോയിങ്ങുകളായിരുന്നു.
പ്രകൃതി ദൃശ്യങ്ങൾ, മനുഷ്യരുടെ മുഖഭാവങ്ങൾ, പഴയ കെട്ടിടങ്ങൾ, ഓരോ ചിത്രത്തിലും വല്ലാത്തൊരു ജീവനുണ്ട്. ചിത്രരചനയിൽ ഇത്രയും പ്രാവീണ്യമുള്ള ഒരാളാണോ ജീവൻ? സ്നേഹയ്ക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ക്യാമറയുടെ കാര്യവും അതുതന്നെ ആയിരിക്കുമെന്ന് അവൾ ഊഹിച്ചു. അവസാനത്തെ ചില പേജുകളിൽ അവന് കുറിച്ചിട്ട ചില വരികളും ഉണ്ടായിരുന്നു. കാടിന്റെ വന്യത തേടി യാത്ര ചെയ്യാനും പ്രകൃതിയുടെ ക്യാൻവാസിൽ നിറങ്ങൾ പകരാനുമുള്ള അവന്റെ അദമ്യമായ ആഗ്രഹങ്ങളായിരുന്നു ആ വരികളിൽ നിറയെ. സ്നേഹ ആ പുസ്തകം നെഞ്ചോട് ചേർത്ത് പിടിച്ചു. പെട്ടെന്ന് അവളുടെ മനസ്സിൽ അവനോടുള്ള ദേഷ്യം അലിഞ്ഞില്ലാതാകുന്നത് അവൾ അറിഞ്ഞു. ബിസിനസ്സും കണക്കുകളും മാത്രം സംസാരിക്കുന്ന, എപ്പോഴും മുഖത്ത് ഗൗരവം മാത്രം സൂക്ഷിക്കുന്ന ജീവന്റെ യഥാർത്ഥ മുഖം ഇതായിരുന്നുവെന്ന് അവൾ തിരിച്ചറിഞ്ഞു. അച്ഛന്റെ മരണം അവന്റെ ചുമലിൽ കുടുംബത്തിന്റെ ഭാരം അടിച്ചേൽപ്പിച്ചപ്പോൾ അവൻ ബലി കഴിച്ചത് അവന്റെ വലിയ സ്വപ്നങ്ങളായിരുന്നു. സ്വന്തം ചിറകുകൾ അരിഞ്ഞു മാറ്റപ്പെട്ട ഒരു പക്ഷിയാണ് അവനും, തന്നെ പോലെ തന്നെ. യാഥാർത്ഥ്യങ്ങൾക്ക് മുന്നിൽ സ്വപ്നങ്ങൾ ഉപേക്ഷിക്കേണ്ടി വന്ന മറ്റൊരു നിർഭാഗ്യവാൻ. ആ നിമിഷം ജീവനോട് അവൾക്ക് വല്ലാത്തൊരു സഹതാപം തോന്നി. അവന് പറഞ്ഞ വാക്കുകളുടെ യഥാർത്ഥ അർത്ഥം ഇപ്പോൾ അവൾക്ക് മനസ്സിലായി. ജീവൻ പതിവ് പോലെ ക്ഷീണിതനായിരുന്നു. അവൻ വന്ന് സോഫയിലേക്ക് വീണപ്പോൾ സ്നേഹ ഒരു കപ്പ് ചൂട് കാപ്പിയുമായി അവന്റെ അടുത്തേക്ക് ചെന്നു. ജീവൻ അത്ഭുതത്തോടെ അവളെ നോക്കി. സാധാരണയായി അമ്മ പറഞ്ഞാൽ മാത്രമേ അവൾ അവന് എന്തെങ്കിലും കൊണ്ടു കൊടുക്കാറുള്ളൂ. എന്താ ഇന്ന് പ്രത്യേകിച്ച് എന്തെങ്കിലും? കാപ്പി വാങ്ങിക്കൊണ്ട് ജീവൻ ചോദിച്ചു. ഒന്നുമില്ല, സ്നേഹ പതുക്കെ പറഞ്ഞു. നിങ്ങൾ വല്ലാതെ ക്ഷീണിച്ചതുപോലെ തോന്നി. ജീവൻ കാപ്പി കുടിക്കുന്നതിനിടയിൽ അവളെ ഒന്നുകൂടി നോക്കി. അവളുടെ പെരുമാറ്റത്തിൽ വന്നിരിക്കുന്ന ആ ചെറിയ മാറ്റം അവൻ ശ്രദ്ധിച്ചു. പക്ഷെ അവൻ ഒന്നും ചോദിച്ചില്ല. രാത്രിയിൽ ഭക്ഷണം കഴിഞ്ഞ് അവർ മുറിയിലേക്ക് മടങ്ങി. വാതിലടച്ച ശേഷം ജീവൻ പതിവ് പോലെ തന്റെ സോഫയിലേക്ക് പോകാൻ തുടങ്ങി. അപ്പോൾ സ്നേഹ അവനെ വിളിച്ചു. ജീവൻ. ആദ്യമായാണ് അവൾ അവന്റെ പേര് വിളിക്കുന്നത്. അവൻ തിരിഞ്ഞു നോക്കി. മുകളിലെത്തിയ ആ പഴയ മുറിയിൽ ഞാൻ പോയിരുന്നു. സ്നേഹ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിച്ചു. അവിടെ മേശപ്പുറത്ത് നിങ്ങളുടെ സ്കെച്ച് ബുക്കും ക്യാമറയും കണ്ടു. ആ വാക്കുകൾ കേട്ടതും ജീവന്റെ മുഖത്തെ ഭാവം മാറി. അവന്റെ കണ്ണുകളിൽ പെട്ടെന്ന് വല്ലാത്തൊരു വേദന നിഴലിച്ചു. അടുത്തേക്ക് വന്ന് ദേഷ്യത്തോടെ പറഞ്ഞു. നിന്നോട് ആര് പറഞ്ഞു എന്റെ സാധനങ്ങളിൽ തൊടാൻ? ആ മുറിയിൽ ഇനി നീ കയറരുത്. അവന്റെ ദേഷ്യം കണ്ട് സ്നേഹ പതറിയില്ല. അവൾ ശാന്തമായി പറഞ്ഞു. ഞാൻ വെറുതെ നോക്കിയെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇത്രയും മനോഹരമായി വരക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ലായിരുന്നു. പിന്നെ എന്തിനാണ് അതെല്ലാം ഉപേക്ഷിച്ചത്? ജീവൻ ഒരു നിമിഷം നിശബ്ദനായി നിന്നു. അവന്റെ കോപം അലിഞ്ഞില്ലാതാകുകയും മുഖത്ത് വല്ലാത്തൊരു നിസ്സഹായത പടരുകയും ചെയ്തു. അവൻ പതുക്കെ തിരിഞ്ഞ് ജനാലയ്ക്കരികിലേക്ക് നടന്നു. ചില ഓർമ്മകൾ അങ്ങനെയാണ് സ്നേഹ. നമ്മളെ സങ്കടപ്പെടുത്താൻ മാത്രമേ അവ ഉപകരിക്കൂ. അവൻ പുറത്തേക്ക് നോക്കി നെടുവീർപ്പെട്ടു. അച്ഛന്റെ മരണശേഷം ഈ ബിസിനസ് ഞാൻ ഏറ്റെടുത്തില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ വീട് തന്നെ ബാങ്കുകാർ ജപ്തി ചെയ്തേനെ. എന്റെ സ്വപ്നങ്ങൾക്കും ചിത്രങ്ങൾക്കും ഒന്നും എന്റെ അമ്മയുടെ കണ്ണുനീരിന്റെ അത്ര വിലയുണ്ടായിരുന്നില്ല. ആദ്യമായി അവൻ അവളോട് തന്റെ മനസ്സ് തുറക്കുകയായിരുന്നു. ആ വലിയ മനുഷ്യന്റെ ഉള്ളിലെ ദുർബലനായ കലാകാരനെ സ്നേഹ ആ നിമിഷം തിരിച്ചറിഞ്ഞു. ആ മുറിയിലെ ഇരുട്ടിനും മൗനത്തിനും ഇപ്പോൾ പഴയ ആ ഭാരം ഉണ്ടായിരുന്നില്ല. ഒരേ വേദനകൾ പങ്കിടുന്ന രണ്ടു പേർക്കിടയിൽ അദൃശ്യമായ ഒരു മനസ്സിലാക്കലിന്റെ പാലം പണിയപ്പെടുകയായിരുന്നു അവിടെ. ആ രാത്രിയിൽ അവർ പരസ്പരം മുഖം തിരിഞ്ഞല്ല കിടന്നത്. അവരുടെ വിധികൾ സമാനമാണെന്ന തിരിച്ചറിവ് അവർക്കിടയിലെ ശത്രുതയുടെ മഞ്ഞുപാളികളെ പതിയെ ഉരുക്കാൻ തുടങ്ങിയിരുന്നു. ഒരിക്കലും ചേരില്ലെന്ന് കരുതിയ രണ്ട് മനസ്സുകൾ പരസ്പരം മനസ്സിലാക്കുന്നതിന്റെ ആദ്യ പടിയിലേക്ക് കടക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെ മഴമേഘങ്ങൾ പൂർണ്ണമായും ഒഴിഞ്ഞുപോയിരുന്നു. പ്രഭാതത്തിന്റെ സ്വർണ്ണ വെളിച്ചം ആ പഴയ തറവാടിന്റെ മുറ്റത്തെ തുളസിത്തറയിലും ജനാലപ്പടികളിലും ഒരു പുതിയ പ്രതീക്ഷയെന്നോണം തട്ടി നിന്നു. മണിയറയ്ക്കുള്ളിൽ അപ്പോഴും നേരിയ ഇരുട്ടുണ്ടായിരുന്നു. പതിവിലും നേരത്തെ ഉണർന്ന സ്നേഹ സോഫയിൽ ശാന്തമായി ഉറങ്ങുന്ന ജീവനെ കുറച്ചുനേരം നോക്കി നിന്നു. ഇന്നലെ രാത്രിയിലെ ആ ചെറിയ സംഭാഷണം അവർക്കിടയിൽ ഉണ്ടായിരുന്ന മഞ്ഞുമലയുടെ ഒരു വലിയ ഭാഗം ഉരുക്കി കളഞ്ഞിരുന്നു. ജീവൻ ഒരു ദുഷ്ടനല്ലെന്നും സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താൽ കല്ലിച്ചുപോയ ഒരു പാവം മനുഷ്യനാണെന്നും അവൾ തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിവ് അവളിൽ അവനോടുള്ള ബഹുമാനം വർദ്ധിപ്പിച്ചു. തന്റെ സങ്കടങ്ങൾക്കിടയിലും മറ്റൊരാളുടെ വലിയ ത്യാഗം കാണാതെ പോയല്ലോ എന്നൊരു കുറ്റബോധം അവളുടെ ഉള്ളിൽ എവിടെയോ തോന്നി തുടങ്ങിയിരുന്നു. ജീവൻ ഉണർന്നപ്പോൾ മുറിയിൽ സ്നേഹം ഉണ്ടായിരുന്നില്ല. അവൻ പതിയെ എഴുന്നേറ്റ് കുളിച്ച് തയ്യാറായി താഴേക്ക് ചെന്നു. ഡൈനിങ് ടേബിളിൽ ഭക്ഷണം വിളമ്പാൻ അമ്മയെ സഹായിക്കുന്ന സ്നേഹയെ കണ്ടപ്പോൾ ജീവന്റെ ഉള്ളിൽ ഒരു നേരിയ പുഞ്ചിരി വിടർന്നു. അവളുടെ കണ്ണുകളിൽ മുൻപുണ്ടായിരുന്ന ആ ഭയമോ അകൽച്ചയോ ഇന്ന് കാണാനില്ലായിരുന്നു. ജീവൻ കസേരയിൽ വന്നിരുന്നപ്പോൾ സ്നേഹ അവന് മുന്നിലേക്ക് ഒരു കപ്പ് ചൂട് ചായ വെച്ചു കൊടുത്തു. അവരുടെ കണ്ണുകൾ തമ്മിൽ ഇടഞ്ഞപ്പോൾ യാതൊരു കൃത്രിമത്വവുമില്ലാതെ തികച്ചും സ്വാഭാവികമായ ഒരു പുഞ്ചിരി സ്നേഹയുടെ ചുണ്ടുകളിൽ മിന്നി മറഞ്ഞു. ജീവനും അറിയാതെ ഒന്ന് ചിരിച്ചുപോയി. അത് ആരും കാണാൻ വേണ്ടിയുള്ള ഒരു നാടകമായിരുന്നില്ല. രണ്ട് സമാന ദുഃഖിതർക്കിടയിൽ ഉടലെടുത്ത അദൃശ്യമായ സൗഹൃദത്തിന്റെ ആദ്യത്തെ അടയാളമായിരുന്നു അത്. ഓഫീസിലേക്കുള്ള യാത്രയിൽ ജീവന്റെ മനസ്സ് പതിവിലും ശാന്തമായിരുന്നു. സ്നേഹയുടെ വാക്കുകൾ അവന്റെ കാതുകളിൽ വീണ്ടും മുഴങ്ങി. നിങ്ങൾക്ക് ഇത്രയും മനോഹരമായി വരയ്ക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ലായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ആദ്യമായാണ് ഒരാൾ അവന്റെ ഉള്ളിലെ കലാകാരനെ അംഗീകരിക്കുന്നത്. അച്ഛന്റെ മരണശേഷം ബിസിനസ് ലോകത്തെ കണക്കുകൾക്കും കടലാസുകൾക്കുമിടയിൽ ശ്വാസം മുട്ടിമരിച്ച തന്റെ സ്വപ്നങ്ങളെ ഒരാൾ പൊടിതട്ടി എടുത്തിരിക്കുന്നു. സ്നേഹയുടെ ആ ചെറിയ വാക്ക് അവനിൽ നൽകിയ സ്വാതന്ത്ര്യം ചെറുതായിരുന്നില്ല.
ഫയലുകൾക്കിടയിൽ തലപുകയ്ക്കുമ്പോഴും ഇടയ്ക്കിടെ അവന്റെ ചിന്തകൾ വീട്ടിലുള്ള ആ പെൺകുട്ടിയിലേക്ക് പാറിപ്പറന്നു. താൻ കാരണം അവളുടെ സ്വപ്നങ്ങളും ഇതുപോലെ കരിഞ്ഞു പോവുകയാണല്ലോ എന്ന ചിന്ത അവൻ ആദ്യമായി വല്ലാതെ അലട്ടി. പകൽ സമയം ആ വലിയ വീട്ടിൽ സ്നേഹ പതിവ് പോലെ തനിച്ചായി. അമ്മ അമ്പലത്തിലേക്ക് പോയ തക്കത്തിന് അവൾ വീണ്ടും മുകളിലത്തെ നിലയിലെ ആ പഴയ ലൈബ്രറി മുറിയിലേക്ക് നടന്നു. ഇന്നലെ ജീവൻ പറഞ്ഞത് ഓർമ്മയുണ്ടായിട്ടും എന്തോ ഒന്ന് അവളെ അങ്ങോട്ട് വലിച്ചടുപ്പിച്ചു. അവൾ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. മുറിയിലെ പൊടിപടലങ്ങൾ അവൾക്ക് വല്ലാത്തൊരു അസ്വസ്ഥതയുണ്ടാക്കി. ജീവന്റെ മനോഹരമായ സ്വപ്നങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഈ ഇടം ഇങ്ങനെ അനാഥമായി കിടക്കാൻ പാടില്ലെന്ന് അവൾ ഉറപ്പിച്ചു. താഴെ നിന്ന് ചൂലും തുണിയും എടുത്ത് അവൾ ആ മുറി വൃത്തിയാക്കാൻ തുടങ്ങി. ചിലന്തി വലകൾ അടിച്ചു മാറ്റി, പുസ്തകങ്ങൾ അടുക്കി വെച്ചു, മേശപ്പുറത്തെ പൊടിയെല്ലാം തുടച്ചു മാറ്റി. ജീവന്റെ ക്യാമറയും സ്കെച്ച് ബുക്കും ഭദ്രമായി അവിടെ തന്നെ വെച്ചു. അടഞ്ഞുകിടന്ന ജനാലകൾ മുഴുവൻ തുറന്നിട്ടപ്പോൾ ശുദ്ധമായ കാറ്റും വെളിച്ചവും ആ മുറിയിലേക്ക് ഇരച്ചു കയറി. വർഷങ്ങളായി അടഞ്ഞുകിടന്ന ജീവന്റെ മനസ്സ് പോലെ ആ മുറിയും ഇപ്പോൾ പ്രകാശിക്കാൻ തുടങ്ങിയിരുന്നു. വൈകുന്നേരം ഓഫീസ് കഴിഞ്ഞ് ജീവൻ മടങ്ങിയെത്തുമ്പോൾ സ്നേഹ ഉമ്മറത്ത് തന്നെ കാത്തുനിൽപ്പുണ്ടായിരുന്നു. അവൾ നൽകിയ കാപ്പി കുടിച്ചുകൊണ്ട് അവൻ പതിവിലും കൂടുതൽ സമയം ഉമ്മറത്തെ ചാരുകസേരയിൽ ചിലവഴിച്ചു. രാത്രിയിൽ അത്താഴം കഴിഞ്ഞ് ഇരുവരും മുറിയിലേക്ക് മടങ്ങി. വാതിലടച്ച ശേഷം ജീവൻ തന്റെ സോഫയിലേക്ക് പോകുന്നതിന് പകരം ജനാലയ്ക്കരികിൽ പോയി നിന്നു. പുറത്തെ നിലാവിലേക്ക് നോക്കി കുറച്ചുനേരം നിന്ന ശേഷം അവൻ തിരിഞ്ഞ് സ്നേഹയെ നോക്കി. ഇന്ന് നീ മുകളിലത്തെ മുറിയിൽ പോയിരുന്നോ? അവന്റെ ശബ്ദത്തിൽ ഇന്നലത്തെ ആ ദേഷ്യമില്ലായിരുന്നു, പകരം വല്ലാത്തൊരു ശാന്തതയായിരുന്നു. സ്നേഹ അല്പമൊന്ന് ഭയന്നെങ്കിലും ധൈര്യം സംഭരിച്ച് പറഞ്ഞു, അതെ, ആ മുറി വല്ലാതെ പൊടിപിടിച്ച് കിടക്കുകയായിരുന്നു. അതൊന്ന് വൃത്തിയാക്കി ജനാലകൾ തുറന്നിട്ടു. എനിക്ക് തോന്നി ആ സ്വപ്നങ്ങൾ ഇനിയും ഇരുട്ടിൽ കിടക്കാൻ പാടില്ലെന്ന്. ജീവന്റെ കണ്ണുകൾ അല്പനേരം ഈറനണിഞ്ഞു. അവനൊരു ദീർഘനിശ്വാസം എടുത്തു. നന്ദി സ്നേഹ. അവന്റെ വാക്കുകളിൽ ആത്മാർത്ഥത നിറഞ്ഞു നിന്നിരുന്നു. എന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചതിന്, എന്റെ സങ്കടങ്ങളെ കണ്ടില്ലെന്ന് നടിക്കാത്തതിന്. സ്നേഹ പതുക്കെ അവന്റെ അടുത്തേക്ക് നടന്നു. നമ്മൾ രണ്ടുപേരും ഒരേ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് ജീവൻ. പിന്നെ എന്തിനാണ് നമ്മൾ ശത്രുക്കളെ പോലെ ജീവിക്കുന്നത്? ജീവൻ അവളെ നോക്കി നേരിയൊരു പുഞ്ചിരിയോട് ചോദിച്ചു. നിന്റെ ഡയറി ഞാൻ കണ്ടിരുന്നു സ്നേഹ. നീ ഉറങ്ങുമ്പോൾ നിന്റെ ബാഗിന്റെ അരികിൽ അത് താഴെ വീണ് കിടക്കുകയായിരുന്നു. ഞാനത് വായിക്കാൻ പാടില്ലായിരുന്നു, എങ്കിലും കുറച്ചു പേജുകൾ ഞാൻ നോക്കിപ്പോയി, ക്ഷമിക്കണം. സ്നേഹയുടെ മുഖത്ത് അത്ഭുതം വിടർന്നു. ജീവൻ തുടർന്നു. അതിലെ വരികളിൽ നിന്റെ സ്വപ്നങ്ങളുടെ ആഴം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പഠിച്ച് സ്വന്തം കാലിൽ നിൽക്കണമെന്നും നിന്റേതായ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കണമെന്നും നീ എത്രത്തോളം ആഗ്രഹിച്ചിരുന്നുവെന്ന് എനിക്കിപ്പോൾ അറിയാം. ഞാൻ കാരണം എന്റെ കുടുംബത്തിന്റെ അന്തസ്സ് നിലനിർത്താനുള്ള ഈ നാടകത്തിൽ നിന്റെ സ്വപ്നങ്ങളാണ് ഹോമിക്കപ്പെടുന്നത്. അതെന്റെ വിധിയായിരിക്കാം ജീവൻ. സ്നേഹ തലകുനിച്ചുകൊണ്ട് പറഞ്ഞു. അല്ല. ജീവന്റെ ശബ്ദത്തിന് ഇപ്പോൾ വല്ലാത്തൊരു ദൃഢതയുണ്ടായിരുന്നു. എന്റെ സ്വപ്നങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് വൃത്തിയാക്കി തരാൻ ഇന്ന് നീ തയ്യാറായില്ലേ? എങ്കിൽ നിന്റെ സ്വപ്നങ്ങൾക്ക് നിറം പകരാൻ ഞാൻ കൂടെ നിൽക്കാം. സ്നേഹ വിശ്വസിക്കാനാവാതെ മുഖമുയർത്തി അവനെ നോക്കി. അമ്മയുടെ പഴയ ചിന്താതികളെ ഒറ്റയടിക്ക് മാറ്റാൻ നമുക്ക് കഴിയില്ല സ്നേഹ, ജീവൻ പറഞ്ഞു തുടങ്ങി. പക്ഷേ ഈ 4 ചുവരുകൾക്കുള്ളിൽ നിന്നെ തളച്ചിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്റെ കമ്പനിയുടെ ചില അക്കൗണ്ടിംഗ് ജോലികൾ ഇപ്പോൾ പുറത്താണ് കൊടുക്കുന്നത്. നീ കൊമേഴ്സ് ബിരുദധാരിയല്ലേ? നാളെ മുതൽ ആ ഫയലുകൾ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാം. നീ ഇരുന്ന് അതൊന്ന് നോക്കണം. അതിനുള്ള ശമ്പളം എന്റെ കമ്പനിയിലെ ഒരു ജീവനക്കാരിക്ക് ലഭിക്കുന്നത് പോലെ കൃത്യമായി നിന്റെ അക്കൗണ്ടിൽ വരും. അങ്ങനെ പതുക്കെ പതുക്കെ ഈ ജോലികൾ നീ പഠിച്ചെടുക്ക്. ഭാവിയിൽ കമ്പനിയുടെ ഒരു നല്ല പൊസിഷനിലേക്ക് നിനക്ക് വരാൻ കഴിയും. അപ്പോൾ അമ്മയ്ക്കും അത് മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. സ്നേഹയുടെ കണ്ണുകളിൽ നിന്ന് സന്തോഷാശ്രുക്കൾ ഒഴുകിയിറങ്ങി. ഇതുവരെ കണ്ട യാന്ത്രികനായ ജീവനല്ല, സ്നേഹവും കരുതലും നിറഞ്ഞ ഒരു യഥാർത്ഥ സുഹൃത്താണ് ഇപ്പോൾ തനിക്ക് മുന്നിൽ നിൽക്കുന്നതെന്ന് അവൾ തിരിച്ചറിഞ്ഞു. വാക്കുകൾ തൊണ്ടയിൽ കുരുങ്ങിയതിനാൽ അവൾ കൈകൂപ്പി അവനെ നോക്കി ചിരിക്കുക മാത്രം ചെയ്തു. ആ രാത്രി മണിയറയിലെ മൗനം സങ്കടത്തിന്റേതായിരുന്നില്ല. 2 ഹൃദയങ്ങൾ തമ്മിലുള്ള പുതിയൊരു ഉടമ്പടിയുടെ നിശബ്ദതയായിരുന്നു അത്. കട്ടിലിൽ കിടക്കുമ്പോൾ സ്നേഹയുടെ മനസ്സിൽ നാളെയെക്കുറിച്ചുള്ള പുതിയ സ്വപ്നങ്ങൾ ചിറകുമുളച്ചു തുടങ്ങിയിരുന്നു. അപ്പുറത്ത് സോഫയിൽ വർഷങ്ങൾക്ക് ശേഷം ജീവനും സമാധാനത്തോടെ ഉറങ്ങാൻ കഴിഞ്ഞു. പരസ്പരം അകന്നുമാറിയ 2 മനസ്സുകൾ ഒരേ ലക്ഷ്യത്തിലേക്ക് കൈപിടിച്ച് നടക്കാൻ തുടങ്ങുന്നതിന്റെ മനോഹരമായ തുടക്കമായിരുന്നു അത്. വിധി അവരെ ഒരു താലിച്ചരടിൽ ബന്ധിച്ചെങ്കിലും അതിൽ അർത്ഥം കണ്ടെത്താൻ അവർ സ്വയം പഠിച്ചു തുടങ്ങുകയായിരുന്നു. പിറ്റേന്ന് രാവിലെ ഉണരുമ്പോൾ ജീവന്റെ മുഖത്ത് കഴിഞ്ഞ കുറെ മാസങ്ങളായി ഉണ്ടായിരുന്ന ആ ഇരുണ്ട ഭാവം ഉണ്ടായിരുന്നില്ല. ഉറങ്ങിക്കിടക്കുന്ന സ്നേഹയെ അവൻ അല്പനേരം നോക്കി നിന്നു. അച്ഛന്റെ മരണശേഷം തന്റെ തോളിലേക്ക് വീണ വലിയൊരു ഭാരത്തിന്റെ ഒരറ്റം പിടിക്കാൻ യാതൊരു പരാതിയുമില്ലാതെ അവൾ തയ്യാറായിരിക്കുന്നു. അവളുടെ ആ ചെറിയ കണ്ടുപിടുത്തം അവനിൽ വലിയൊരു ആത്മവിശ്വാസമാണ് നിറച്ചത്. മുറിയിലെ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് കൈകെട്ടുമ്പോൾ പഴയ ആ ഊർജ്ജസ്വനായ ജീവനെ അവൻ വീണ്ടും തിരികെ കണ്ടെത്തിയതുപോലെ തോന്നി. പ്രഭാത ഭക്ഷണ സമയത്ത് ഡൈനിങ് ടേബിളിലെ അന്തരീക്ഷം പതിവിലും പ്രസന്നമായിരുന്നു. ജീവന്റെ മുഖത്തെ തിളക്കം അമ്മയുടെ കണ്ണുകളിൽ നിന്നും മറഞ്ഞില്ല. ഇന്ന് എന്താ മോനെ മുഖത്തൊരു പ്രത്യേക സന്തോഷം? ബിസിനസ്സിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നടന്നോ? അമ്മ ചോദിച്ചു. ജീവൻ സ്നേഹയെ ഒന്ന് പാളി നോക്കി. അവളുടെ ചുണ്ടുകളിലും ഒരു ചെറു പുഞ്ചിരി വിടർന്നു. അതേ അമ്മേ, കുറെ നാളായി തലവേദനയായിരുന്ന ഒരു വലിയ പ്രശ്നത്തിന് ഇന്നലെ ഒരു പരിഹാരം കിട്ടി. അതിന്റെ ഒരു സന്തോഷമാണ്, ജീവൻ പറഞ്ഞു.
ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടത് തന്റെ മുന്നിൽ നിന്ന് ദോശ കഴിക്കുന്ന ആ പെൺകുട്ടിയാണെന്ന് അമ്മ അറിയുന്നില്ലല്ലോ എന്നോർത്തപ്പോൾ അവന് വല്ലാത്തൊരു അഭിമാനം തോന്നി. യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ സ്നേഹയോടുള്ള അവന്റെ നോട്ടത്തിൽ നന്ദിയും സ്നേഹവും നിറഞ്ഞു നിന്നിരുന്നു. ആ നോട്ടം അവൾക്ക് നൽകിയ ഊർജം ചെറുതല്ലായിരുന്നു. ഓഫീസിലെത്തിയ ജീവൻ നേരെ പോയത് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. സ്നേഹ ചൂണ്ടിക്കാണിച്ച ആ ഫയലുകളും ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളും അവൻ ചീഫ് അക്കൗണ്ടിന്റെ മുന്നിലേക്ക് ഇട്ടുകൊടുത്തു. കഴിഞ്ഞ കുറെ മാസങ്ങളായി മെറ്റീരിയൽ പർച്ചേസ് ചെയ്ത വകയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വ്യാജ ബില്ലുകളും ബാങ്കിൽ നിന്നുള്ള യഥാർത്ഥ പണമിടപാടുകളും തമ്മിലുള്ള വലിയൊരു അന്തരമായിരുന്നു അത്. കമ്പനിക്കുള്ളിലെ ചിലർ ചേർന്ന് നടത്തിയ വലിയൊരു തിരിമറിയാണ് ഒറ്റ രാത്രി കൊണ്ട് സ്നേഹയുടെ കണ്ണുകൾ പിടികൂടിയത്. തെളിവുകൾക്ക് മുന്നിൽ ചീഫ് അക്കൗണ്ടന്റ് വിയർത്തു. അച്ഛന്റെ കാലം മുതൽ കമ്പനിയിലുള്ള വിശ്വസ്തരായ ചിലരാണ് തന്നെ ചതിക്കുന്നതെന്ന് ജീവൻ തിരിച്ചറിഞ്ഞു. ആ നിമിഷം അവനിൽ ദേഷ്യത്തെക്കാൾ കൂടുതൽ സ്നേഹയോടുള്ള കടപ്പാടാണ് ഉയർന്നു വന്നത്. അവൾ ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ മാസങ്ങൾക്കുള്ളിൽ തന്റെ കമ്പനി പൂർണ്ണമായും തകർന്നടിഞ്ഞേനെ. അതേസമയം വീട്ടിൽ അമ്മ ഉച്ചമയക്കത്തിലേക്ക് വീണ നിമിഷം തന്നെ സ്നേഹ തന്റെ പുതിയ ഓഫീസായ ആ പഴയ ലൈബ്രറി മുറിയിലേക്ക് ഓടിയെത്തി. ആ വലിയ മേശപ്പുറത്ത് ഇന്നലെ അവൾ അടുക്കി വെച്ച ഫയലുകൾ അവളെ കാത്തിരിപ്പുണ്ടായിരുന്നു. ഒരു കാൽക്കുലേറ്ററും പേനയും നോട്ട്പാഡുമായി അവൾ വീണ്ടും അക്കങ്ങളുടെ ലോകത്തേക്ക് ഊളിയിട്ടു. ഓരോ ഫയലുകളും സൂക്ഷ്മമായി പരിശോധിച്ച് വരുമാനവും ചിലവും കൃത്യമായി രേഖപ്പെടുത്തി അവൾ ഒരു പുതിയ റിപ്പോർട്ട് തയ്യാറാക്കാൻ തുടങ്ങി. ജോലി ചെയ്യുന്നതിനിടയിൽ അവളുടെ നോട്ടം മേശയുടെ ഒരറ്റത്തിരിക്കുന്ന ജീവന്റെ സ്കെച്ച് ബുക്കിലേക്ക് വീണു. അവൾ പതുക്കെ ആ പുസ്തകം തുറന്നു. അതിൽ പാതി വരച്ചു നിർത്തിയ ഒരു ചിത്രം ഉണ്ടായിരുന്നു. മഴയത്ത് കുടചൂടി നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ ചിത്രം. അവൻ വരച്ചു നിർത്തിയ ആ ചിത്രത്തിന് വല്ലാത്തൊരു ജീവൻ ഉണ്ടായിരുന്നു. തന്റെ സ്വപ്നങ്ങൾക്ക് അവൻ നിറം പകരുമ്പോൾ അവന്റെ ഈ മനോഹരമായ സ്വപ്നം ഇങ്ങനെ പൊടിപിടിച്ചു കിടക്കാൻ പാടില്ലെന്ന് അവൾ ഉറപ്പിച്ചു. അവൾ സ്വന്തം ബാഗിൽ നിന്നും ഒരു ചെറിയ സ്റ്റിക്കി നോട്ട് എടുത്ത് അതിൽ ഇങ്ങനെ കുറിച്ചു: ഈ മഴയത്ത് അവൾ തനിച്ചല്ല. ഈ ചിത്രം പൂർത്തിയാക്കാൻ സമയമായി. ആ കുറിപ്പ് ആ പേജിലൊട്ടിച്ച് അവൾ പുസ്തകം പഴയതുപോലെ വെച്ചു. വൈകുന്നേരം കാറിന്റെ ഹോൺ കേട്ടപ്പോൾ സ്നേഹ പതിവിലും വേഗത്തിൽ ഉമ്മറത്തേക്ക് ചെന്നു. പടികൾ കയറി വന്ന ജീവന്റെ കയ്യിൽ മനോഹരമായി പൊതിഞ്ഞ ഒരു ചെറിയ ബോക്സ് ഉണ്ടായിരുന്നു. അമ്മ ഉമ്മറത്തില്ലാത്തത് കൊണ്ട് അവനത് സ്നേഹയുടെ നേരെ നീട്ടി. ഇതെന്താ? സ്നേഹ അത്ഭുതത്തോടെ ചോദിച്ചു. തുറന്നു നോക്ക്. അവന്റെ മുഖത്ത് വലിയൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. സ്നേഹ പൊതി തുറന്നു. അതിനുള്ളിൽ മനോഹരമായ ഒരു പേനയും പുതിയൊരു കാൽക്കുലേറ്ററുമായിരുന്നു. കമ്പനിയുടെ പുതിയ ഫിനാൻഷ്യൽ അഡ്വൈസർക്കുള്ള ചെറിയൊരു സമ്മാനം. സ്നേഹയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. നീ പറഞ്ഞത് 100% ശരിയായിരുന്നു സ്നേഹ. വലിയൊരു കൊള്ളയാണ് കമ്പനിയിൽ നടന്നുകൊണ്ടിരുന്നത്. ഇന്ന് അവരെയെല്ലാം ഞാൻ പുറത്താക്കി. എന്റെ അച്ഛനുണ്ടാക്കിയ ഈ കമ്പനി ഇന്ന് രക്ഷപ്പെട്ടത് നീ കാരണമാണ്. ജീവൻ ഇടറിയ ശബ്ദത്തോടെ പറഞ്ഞു. രാത്രിയിൽ മണിയറയുടെ വാതിലുകൾ അടഞ്ഞപ്പോൾ അവർക്കിടയിൽ പഴയ ആ വലിയ മൗനം ഉണ്ടായിരുന്നില്ല. പകരം കമ്പനിയുടെ ഭാവിയെക്കുറിച്ചുള്ള ഗൗരവമായ ചർച്ചകളായിരുന്നു. സ്നേഹ താൻ തയ്യാറാക്കിയ പുതിയ റിപ്പോർട്ടുകൾ ജീവനെ കാണിച്ചു. അവളുടെ ബിസിനസ് ബുദ്ധിയും അക്കൗണ്ടുകളിലെ പ്രാവീണ്യവും കണ്ട് ജീവൻ ശരിക്കും അത്ഭുതപ്പെട്ടു. യാതൊരു മുൻപരിചയവുമില്ലാത്ത ഒരു പെൺകുട്ടി എത്ര പെട്ടെന്നാണ് കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നത്. എല്ലാം കഴിഞ്ഞ് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ജീവൻ മുകളിലത്തെ മുറിയിലേക്ക് ഒന്നുകൂടി പോയി. മേശപ്പുറത്ത് താൻ കൊണ്ടുവന്ന പുതിയ ഫയലുകൾ വെക്കാൻ പോയതായിരുന്നു അവൻ. അപ്പോഴാണ് തന്റെ സ്കെച്ച് ബുക്കിൽ ഒട്ടിച്ചു വെച്ച ആ ചെറിയ കുറിപ്പ് അവൻ കണ്ടത്. ഈ മഴയത്ത് അവൾ തനിച്ചല്ല. ആ വരികൾ അവൻ വീണ്ടും വീണ്ടും വായിച്ചു. അവന്റെ നെഞ്ചിൽ വല്ലാത്തൊരു കുളിർമ പടർന്നു. കാലങ്ങൾക്ക് ശേഷം അവൻ മേശപ്പുറത്തുണ്ടായിരുന്ന പെൻസിൽ കയ്യിലെടുത്തു. പാതി വരച്ചു നിർത്തിയ ആ പെൺകുട്ടിയുടെ ചിത്രത്തിന് അവൻ കുറച്ചുകൂടി വ്യക്തത വരുത്തി. അവൾക്കരികിലായി അവൾക്ക് തണലായി നിൽക്കുന്ന മറ്റൊരാളുടെ രൂപം കൂടി ആ ക്യാൻവാസിൽ അവൻ വരച്ചു തുടങ്ങി. താഴെ മണിയറയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ സ്നേഹയുടെ മനസ്സിൽ വല്ലാത്തൊരു ശാന്തതയായിരുന്നു. തന്നെ ഒരു ഭാരമായി കണ്ടിരുന്ന ഭർത്താവ് ഇപ്പോൾ തന്നെ ഒരു കരുത്തായി കാണുന്നു. നിർബന്ധിതമായി കഴുത്തിൽ വീണ ആ താലിച്ചരട് വെറുമൊരു ബന്ധനമല്ലെന്നും പരസ്പരം താങ്ങാവാനും തണലാവാനുമുള്ള ഒരു വലിയ ഉത്തരവാദിത്തമാണെന്നും അവൾ തിരിച്ചറിയുകയായിരുന്നു. അവളറിയാതെ അവളുടെ കൈകൾ കഴുത്തിലെ ആ സ്വർണ്ണ താലിയിൽ അമർന്നു. മുൻപ് അനുഭവപ്പെട്ട ഒരുതരം വേദനയല്ല, പകരം വല്ലാത്തൊരു ഊഷ്മളതയായിരുന്നു ഇപ്പോൾ ആ താലിക്ക്. പകലുകളിലെ മുഖംമൂടികൾ അവർ എന്നേക്കുമായി അഴിച്ചു വെച്ചിരിക്കുന്നു. ഇനി അവർക്ക് മുന്നിലുള്ളത് പരസ്പരം മനസ്സിലാക്കി ഒരുമിച്ച് കൈപിടിച്ച് നടക്കാനുള്ള മനോഹരമായ പകലുകളും രാത്രികളുമാണ്. ഒരേ മുറിയിൽ സമാന്തര രേഖകളായി കിടന്നിരുന്ന അവരുടെ വിധികൾ ഇപ്പോൾ ഒരു ബിന്ദുവിൽ കൂടി ചേരാൻ തുടങ്ങിയിരിക്കുന്നു. കാലം അതിന്റെ അദൃശ്യമായ വിരലുകൾ കൊണ്ട് ആ പഴയ തറവാടിന്റെ അന്തരീക്ഷത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരുന്നു. മുൻപ് ശ്വാസം മുട്ടിക്കുന്ന ഒരു തടവറയായി തോന്നിയിരുന്ന ആ വലിയ വീട് ഇപ്പോൾ സ്നേഹയ്ക്ക് അവളുടേതായ ഒരു സാമ്രാജ്യമായി മാറുകയായിരുന്നു. അതിരാവിലെ എഴുന്നേൽക്കുമ്പോൾ അവളുടെ കണ്ണുകളിൽ പഴയ ആ ഭയപ്പാടില്ലായിരുന്നു. പകരം ആ ദിവസത്തെക്കുറിച്ചുള്ള പുതിയ പ്രതീക്ഷകളും ഉത്തരവാദിത്തങ്ങളും അവിടെ തിളങ്ങി നിന്നു. ജീവന്റെ ഉണർവിലും ആ മാറ്റം പ്രകടമായിരുന്നു. ബിസിനസ്സിലെ വലിയൊരു തകർച്ചയിൽ നിന്നും സ്നേഹയുടെ സമയോചിതമായ ഇടപെടൽ അവനെ രക്ഷിച്ചതോടെ അവൻ അവളോടുള്ള നന്ദി വല്ലാത്തൊരു ആദരവായി മാറിയിരുന്നു. അമ്മയുടെ കണ്ണുവെട്ടിച്ച് മുകളിലത്തെ നിലയിലെ ആ പഴയ ലൈബ്രറി മുറിയിലേക്ക് പോകുന്ന ആ സമയത്തിനായി സ്നേഹ ഓരോ പകലിലും കാത്തിരുന്നു. ഇപ്പോൾ അതൊരു പഴയ പൊടിപിടിച്ച മുറിയല്ല, മറിച്ച് ജീവന്റെ കമ്പനിയുടെ രഹസ്യമായ ഒരു കൺട്രോൾ റൂമായി മാറിയിരിക്കുന്നു. ജീവൻ ദിവസവും കൊണ്ടുവരുന്ന ഫയലുകൾ അവൾ സൂക്ഷ്മമായി പരിശോധിച്ചു.
കമ്പനിയുടെ വരവ് ചിലവുകൾ മാത്രമല്ല, ഭാവിയിൽ ചെയ്യാൻ പോകുന്ന പ്രൊജക്ടുകളുടെ രൂപരേഖകൾ വരെ അവൾ പഠിക്കാൻ തുടങ്ങി. വെറും ഒരു അക്കൗണ്ടന്റ് എന്നതിലുപരി ജീവന്റെ ഒരു മികച്ച ബിസിനസ് പാർട്ണറായി അവൾ മാറുകയായിരുന്നു. അക്കങ്ങളുടെ ലോകത്ത് അവൾ കണ്ടെത്തിയ പുതിയ ആത്മവിശ്വാസം അവളുടെ പെരുമാറ്റത്തിലും സംസാരത്തിലും പ്രകടമായി തുടങ്ങി. അന്ന് വൈകുന്നേരം ജീവൻ വീട്ടിലെത്തുമ്പോൾ പതിവില്ലാത്ത ഒരു ധൃതി അവനിൽ ഉണ്ടായിരുന്നു. ഉമ്മറത്ത് കാപ്പിയുമായി നിന്ന സ്നേഹയെ നോക്കി കണ്ണുകൊണ്ടൊരു ചിരി പാസാക്കി അവൻ വേഗത്തിൽ മുകളിലേക്ക് പോയി. അമ്മ പൂജാമുറിയിലാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം സ്നേഹയും അവന്റെ പിന്നാലെ ലൈബ്രറി മുറിയിലേക്ക് നടന്നു. മുറിയിലെത്തിയ സ്നേഹ കണ്ടത് മേശപ്പുറത്ത് തന്റെ പഴയ സ്കെച്ച് ബുക്ക് തുറന്നു വെച്ച് നിൽക്കുന്ന ജീവനെയാണ്. അവൻ ആംഗ്യം കാണിച്ച് അവളെ അരികിലേക്ക് വിളിച്ചു. സ്നേഹ പതുക്കെ ചെന്ന് ആ പുസ്തകത്തിലേക്ക് നോക്കി. അവളുടെ ശ്വാസം ഒരു നിമിഷം നിലച്ചുപോയി. കഴിഞ്ഞ ദിവസം അവൾ കണ്ട ആ പാതി വരച്ച ചിത്രം അവൻ പൂർത്തിയാക്കിയിരിക്കുന്നു. മഴയത്ത് തനിച്ചു നിന്നിരുന്ന ആ പെൺകുട്ടിക്ക് തണലായി അവൾക്ക് മുകളിലായി ഒരു വലിയ കുട വിരിച്ചു പിടിച്ചു നിൽക്കുന്ന ഒരു പുരുഷന്റെ രൂപം അവൻ അവിടെ വരച്ചു ചേർത്തിരിക്കുന്നു. ആ ചിത്രത്തിലെ പെൺകുട്ടിയുടെ മുഖത്തിന് സ്നേഹയുടെ ഛായയുണ്ടായിരുന്നു. ഈ മഴയത്ത് ഇനി നീ തനിച്ചല്ല സ്നേഹ. ജീവൻ വളരെ പതുക്കെ എന്നാൽ ആർദ്രമായി പറഞ്ഞു. നിന്റെ സ്വപ്നങ്ങൾക്ക് മുകളിൽ പെയ്യുന്ന ഏത് വലിയ മഴയെയും തടുക്കാൻ ഒരു കുടയുമായി ഇനി ഞാനുണ്ടാകും കൂടെ. ആ വാക്കുകൾ സ്നേഹയുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങി. കണ്ണുകൾ നിറഞ്ഞൊഴുകാതിരിക്കാൻ അവൾ വല്ലാതെ പാടുപെട്ടു. തന്നെ ഒരു ബാധ്യതയായി കണ്ടിരുന്ന മനുഷ്യനാണ് ഇപ്പോൾ തനിക്ക് തണലാകുമെന്ന് പറയുന്നത്. അവൾ മറുപടിയൊന്നും പറയാതെ ആ ചിത്രത്തിൽ പതുക്കെ വിരലോടിച്ചു. ആ സ്പർശത്തിൽ അവളുടെ എല്ലാ സങ്കടങ്ങളും അലിഞ്ഞില്ലാതാകുന്നത് അവൾ അറിഞ്ഞു. അതുമാത്രമല്ല, എനിക്കൊരു വലിയ സന്തോഷ വാർത്ത കൂടി പറയാനുണ്ട്. ജീവൻ ഒരു പുതിയ ഫയൽ എടുത്തുകൊണ്ട് പറഞ്ഞു. കമ്പനിയുടെ അടുത്ത വർഷത്തേക്കുള്ള ഒരു വലിയ പ്രൊജക്ടിന്റെ ടെൻഡർ നമുക്ക് കിട്ടി. ഇതിനു മുമ്പ് പലതവണ ശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യമായിരുന്നു അത്. നീ തയ്യാറാക്കിയ ആ പുതിയ ഫിനാൻഷ്യൽ റിപ്പോർട്ടാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. കമ്പനിയുടെ ചിലവുകൾ കുറയ്ക്കാനും ലാഭം കൂട്ടാനുമുള്ള നിന്റെ ആശയങ്ങൾ അതിഗംഭീരമായിരുന്നു എന്ന് അവർ പ്രത്യേകം പറഞ്ഞു. സ്നേഹ വിശ്വസിക്കാനാവാതെ ജീവനെ നോക്കി. ശരിക്കും? അവൾ ഒരു കൊച്ചുകുട്ടിയെ പോലെ ചോദിച്ചു. അതേ സ്നേഹ, ശരിക്കും. എന്റെ കമ്പനിക്ക് കിട്ടിയ ഏറ്റവും മികച്ച ഫിനാൻഷ്യൽ അഡ്വൈസറാണ് നീ, ജീവൻ അഭിമാനത്തോടെ പറഞ്ഞു. ആ വലിയ മേശയ്ക്ക് ഇരുവശത്തുമായി നിന്ന് അവർ ആ പ്രൊജക്ടിന്റെ കൂടുതൽ വിവരങ്ങൾ ചർച്ച ചെയ്യാൻ തുടങ്ങി. ആ മുറിയിലെ മങ്ങിയ വെളിച്ചത്തിൽ പഴയ ഫയലുകൾക്കും പുസ്തകങ്ങൾക്കുമിടയിൽ അവർ പുതിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുക്കുകയായിരുന്നു. അവരുടെ സംസാരത്തിൽ പരസ്പരമുള്ള ബഹുമാനവും വിശ്വാസവും നിറഞ്ഞു നിന്നിരുന്നു. ഒരിക്കൽ പരസ്പരം മുഖത്തു നോക്കാൻ പോലും മടിച്ചിരുന്നവർ ഇപ്പോൾ ഒരേ ലക്ഷ്യത്തിലേക്ക് നോക്കി സഞ്ചരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. രാത്രിയിൽ അത്താഴം കഴിഞ്ഞ് മണിയറയിലേക്ക് മടങ്ങുമ്പോൾ അവരറിയാതെ തന്നെ അവരുടെ ചുവടുകൾക്ക് ഒരേ താളമായിരുന്നു. മുറിയിലെത്തിയ ശേഷം ജീവൻ പതിവ് പോലെ തന്റെ സോഫയിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് സ്നേഹ അവനെ തടഞ്ഞത്. ജീവൻ, അവൾ വിളിച്ചു. അവൻ തിരിഞ്ഞു നോക്കി. നിങ്ങൾക്ക് കട്ടിലിൽ കിടന്നൂടെ? സോഫയിലെ കിടപ്പ് കാരണം നിങ്ങളുടെ നടുവിന് വേദനയുണ്ടെന്ന് എനിക്കറിയാം, സ്നേഹ തലകുനിച്ചുകൊണ്ട് പറഞ്ഞു. ജീവൻ ഒരു നിമിഷം നിശബ്ദനായി. സത്യത്തിൽ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി സോഫയിലെ കിടപ്പ് അവന് വല്ലാതെ നടുവേദന ഉണ്ടാക്കിയിരുന്നു. പക്ഷെ അവനത് പുറത്തു പറഞ്ഞില്ല. സ്നേഹ അത് ശ്രദ്ധിച്ചിരുന്നുവെന്നത് അവനെ അത്ഭുതപ്പെടുത്തി. അത് കുഴപ്പമില്ല സ്നേഹ, അവൻ പതർച്ചയോടെ പറഞ്ഞു. അല്ല, കുഴപ്പമുണ്ട്. ഈ കട്ടിലിൽ ഒരാൾക്ക് കിടക്കാൻ മാത്രമുള്ളതല്ലോ. അവൾ അല്പം ധൈര്യം സംഭരിച്ച് അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. നമ്മൾ ഇപ്പോൾ പഴയതുപോലെ അപരിചിതരല്ലോ ജീവൻ. ജീവന്റെ മുഖത്ത് വല്ലാത്തൊരു പ്രകാശം പരന്നു. അവൻ പതുക്കെ പുതപ്പുമെടുത്ത് കട്ടിലിന്റെ ഒരറ്റത്തേക്ക് വന്നു കിടന്നു. അവർക്കിടയിൽ ഇപ്പോഴും അല്പം ദൂരമുണ്ടായിരുന്നെങ്കിലും അവരുടെ മനസ്സുകൾ തമ്മിലുള്ള അകലം പൂർണ്ണമായും ഇല്ലാതായിരുന്നു. മുറിയിലെ ബെഡ് ലാമ്പിന്റെ നേർത്ത വെളിച്ചത്തിൽ സ്നേഹയുടെ കഴുത്തിലെ താലി വെട്ടിത്തിളങ്ങുന്നുണ്ടായിരുന്നു. അത് വെറുമൊരു സ്വർണ്ണ കഷ്ണമല്ലെന്നും പരസ്പരം മനസ്സിലാക്കുന്ന രണ്ട് ആത്മാക്കളെ കൂട്ടിയിണക്കിയ ഒരു മാന്ത്രിക ചരടാണെന്നും ഇപ്പോൾ അവർക്ക് തോന്നി തുടങ്ങിയിരുന്നു. പുറത്ത് മഴ വീണ്ടും ചാറി തുടങ്ങി. എന്നാൽ ആ രാത്രിയിലെ മഴയ്ക്ക് സങ്കടത്തിന്റെയോ നിരാശയുടെയോ ഭാവമായിരുന്നില്ല, മറിച്ച് ഒരു പുതിയ വസന്തത്തെ വരവേൽക്കുന്ന സന്തോഷത്തിന്റെ കുളിർമയായിരുന്നു. ആ രാത്രിയിൽ ഒരേ കുടക്കീഴിൽ അവർ പുതിയ സ്വപ്നങ്ങളിലേക്ക് ഉറങ്ങാൻ കിടന്നു. ഭക്ഷണമേശയ്ക്ക് ചുറ്റും അന്ന് പതിവില്ലാത്ത ഒരു ഗാംഭീര്യം തളങ്കിട്ട് നിന്നിരുന്നു. അടുക്കളയിൽ നിന്നുള്ള പാത്രങ്ങളിലെ കലമ്പലുകൾക്ക് പോലും വല്ലാത്തൊരു താളം ഉണ്ടായിരുന്നു. മുന്നിലിരിക്കുന്ന ചൂടുള്ള അപ്പവും കറിയും വിളമ്പി കൊടുക്കുമ്പോൾ സ്നേഹയുടെ കൈകൾ നേരിയ തോതിൽ വിറയ്ക്കുന്നുണ്ട്. അവളുടെ നോട്ടം ഇടയ്ക്കിടെ ഗോവണിപ്പടിയിലേക്ക് നീണ്ടു. ജീവൻ താഴേക്ക് വീഴുന്ന കാത്തു നിൽപ്പാണ് അവൾ. കഴിഞ്ഞ രാത്രിയിലെ അവരുടെ സംസാരം അവളിൽ പുതിയൊരു മനുഷ്യനെ സൃഷ്ടിച്ചിരുന്നു. അധികം വൈകാതെ ഇരുണ്ട നീല നിറത്തിലുള്ള സ്യൂട്ടണിഞ്ഞ് തികഞ്ഞൊരു ബിസിനസ്സുകാരന്റെ ഗാംഭീര്യത്തോടെ ജീവൻ പടികളിറങ്ങി വന്നു. അവന്റെ മുഖത്ത് അതുവരെ കാണാത്ത വല്ലാത്തൊരു തിളക്കവും ആത്മവിശ്വാസവും ഉണ്ടായിരുന്നു. കസേരയിൽ വന്നിരുന്ന് അമ്മയെ നോക്കി അവൻ ശാന്തമായി പറഞ്ഞു. അമ്മേ, സ്നേഹ ഇന്നു മുതൽ എന്റെ കൂടെ ഓഫീസിലേക്ക് വരികയാണ്. ആ ഒറ്റ വാചകത്തിൽ ആ വലിയ ഡൈനിങ് ഹാളിലെ സമയം നിശ്ചലമായതുപോലെ തോന്നി. അമ്മയുടെ കയ്യിലിരുന്ന സ്പൂൺ പ്ലേറ്റിലേക്ക് വീണു. അവരുടെ മുഖത്ത് വിസ്മയവും അവിശ്വാസവും ഒരുമിച്ച് മിന്നിമറഞ്ഞു. മോനെ, നീ എന്തായി പറയുന്നത്? നമ്മുടെ കുടുംബത്തിലെ പെണ്ണുങ്ങൾ ഇന്ന് വരെ പടികടന്ന് ജോലിക്ക് പോയിട്ടില്ല. നാട്ടുകാരും ബന്ധുക്കളും എന്ത് കരുതും? ബിസിനസ്സിൽ എന്തെങ്കിലും വലിയ നഷ്ടം വന്നിട്ടാണോ മരുമകളെ ജോലിക്ക് വിടുന്നത് അവർ ചോദിക്കില്ലേ? അമ്മയുടെ വാക്കുകളിൽ പഴയ പ്രതാപത്തിന്റെ വേവലാതികളായിരുന്നു. ജീവൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം നിർത്തി അമ്മയുടെ കണ്ണുകളിലേക്ക് നേരെ നോക്കി. ആ നോട്ടത്തിൽ യാതൊരു പതർച്ചയും ഉണ്ടായിരുന്നില്ല.
അവർ ചോദിക്കട്ടെ അമ്മേ. സത്യത്തിൽ നമ്മൾ വലിയൊരു തകർച്ചയുടെ വക്കീലായിരുന്നു. അച്ഛൻ വിശ്വസിച്ച് കൂടെ നിർത്തിയ പലരും നമ്മളെ ചതിക്കുകയായിരുന്നു. കമ്പനിയിലെ ലക്ഷക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് ഞാൻ പോലും അറിയാതെ നടന്നു. പക്ഷെ അത് കണ്ടുപിടിച്ചത് സ്നേഹയാണ്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി മുകളിലത്തെ ആ പഴയ മുറിയിലിരുന്ന് അവൾ കമ്പനിയുടെ കണക്കുകൾ നോക്കുകയായിരുന്നു. അവളുടെ ബുദ്ധിയും കഴിവും ഇല്ലായിരുന്നെങ്കിൽ ഈ വലിയ തറവാട് ഇന്ന് ബാങ്കുകാർ ജപ്തി ചെയ്തേനെ. കുടുംബത്തിന്റെ മാനം കാക്കാൻ പെണ്ണുങ്ങൾ അടുക്കളയിൽ ഒതുങ്ങുകയല്ല വേണ്ടത്, അവർക്ക് അർഹിക്കുന്ന സ്ഥാനം കൊടുക്കുകയാണ് വേണ്ടത് അമ്മേ. അമ്മയ്ക്ക് മറുപടി പറയാൻ വാക്കുകളില്ലായിരുന്നു. അവർ സ്നേഹയെ നോക്കി. ആ നോട്ടത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു വലിയ മതിൽക്കെട്ട് ഇടിഞ്ഞു വീഴുന്നത് സ്നേഹയ്ക്ക് കാണാമായിരുന്നു. അമ്പരപ്പിൽ നിന്നും മാറി വല്ലാത്തൊരു ആദരവ് ആ അമ്മയുടെ കണ്ണുകളിൽ നിറയുന്നത് അവൾ തിരിച്ചറിഞ്ഞു. അവർ പതുക്കെ എഴുന്നേറ്റ് സ്നേഹയുടെ അടുത്തേക്ക് വന്നു. അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു, എനിക്ക് തെറ്റിപ്പോയി മോളെ, നീ പോയി നന്നായി തയ്യാറായി വാ. സ്നേഹയുടെ ഹൃദയം സന്തോഷം കൊണ്ട് തുടിച്ചു. അവൾ വേഗത്തിൽ മുകളിലേക്ക് ഓടി. അലമാരയിൽ വിശ്രമിച്ചിരുന്ന അവളുടെ പഴയ കോട്ടൺ സാരികളിൽ ഒന്ന് അവൾ തിരഞ്ഞെടുത്തു. വില കൂടിയ കാഞ്ചീപുര പട്ടുസാരികളുടെ ഭാരമില്ലാതെ സ്വന്തം വ്യക്തിത്വത്തിന് സ്വാതന്ത്ര്യം നിറഞ്ഞ ഒരു ഇളം പച്ച സാരി എടുത്ത് അവൾ താഴേക്ക് വരുമ്പോൾ ജീവൻ കാറിന്റെ വാതിൽ തുറന്ന് അവൾക്കായി കാത്തു നിൽപ്പുണ്ടായിരുന്നു. കാറിലേക്ക് കയറുമ്പോൾ സ്നേഹയുടെ ഉള്ളിൽ പഴയ ആ ഭാരമായിരുന്നില്ല, മറിച്ച് ലോകം കീഴടക്കാൻ പോകുന്നവരുടെ ആവേശമായിരുന്നു. നഗരത്തിന്റെ തിരക്കുകളിലൂടെ കാർ മുന്നോട്ട് കുതിക്കുമ്പോൾ അവർക്കിടയിൽ മനോഹരമായ ഒരു നിശബ്ദതയുണ്ടായിരുന്നു. മുൻപ് ഈ കാറിൽ വെച്ച് അവർ പരസ്പരം മുഖം തിരിഞ്ഞിരുന്നെങ്കിൽ ഇന്ന് സ്നേഹയുടെ കണ്ണുകൾ വിസ്മയത്തോടെ പുറത്തെ കാഴ്ചകളിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. പെട്ടെന്ന് സ്റ്റിയറിംഗിൽ നിന്നെടുത്ത ജീവന്റെ ഇടതുകൈ സ്നേഹയുടെ വിറയ്ക്കുന്ന കൈവിരലുകളെ പതുക്കെ പൊതിഞ്ഞു പിടിച്ചു. സ്നേഹ ഞെട്ടിത്തിരിഞ്ഞ് അവനെ നോക്കി. അവന്റെ മുഖത്ത് ആ പഴയ ഗൗരവമില്ലായിരുന്നു. പകരം അവൾക്കൊരു വലിയ കരുത്ത് പകരുന്ന സ്നേഹനിർഭരമായ ഒരു പുഞ്ചിരി അവിടെ ഉണ്ടായിരുന്നു. ആ ഒരു സ്പർശനത്തിൽ അവളുടെ ഉള്ളിലുണ്ടായിരുന്ന ചെറിയ ആശങ്കകൾ പോലും കാറ്റിൽ പറന്നുപോയി. അതൊരു ഭർത്താവിന്റെ അധികാരമായിരുന്നില്ല, ഒരു ഉത്തമ പങ്കാളിയുടെ കരുതൽ മാത്രമായിരുന്നു. കമ്പനിയുടെ വലിയ ഗ്ലാസ് വാതിലുകൾ കടന്ന ജീവനൊപ്പം അവൾ അകത്തേക്ക് പ്രവേശിച്ചു. കമ്പനിയിലെ ജീവനക്കാർ അത്ഭുതത്തോടെ അവരെ നോക്കി നിന്നു. മാനേജിംഗ് ഡയറക്ടറുടെ ഭാര്യ എന്നതിലുപരി വല്ലാത്ത പ്രൊഫഷണൽ ഗാംഭീര്യം അവളുടെ നടത്തത്തിലുണ്ടായിരുന്നു. ജീവൻ അവളെ നേരെ കൊണ്ടുപോയത് കോൺഫറൻസ് ഹാളിലേക്കാണ്. അവിടെ കമ്പനിയുടെ ബോർഡ് അംഗങ്ങളും പ്രധാന ഉദ്യോഗസ്ഥരും കാത്തിരിപ്പുണ്ടായിരുന്നു. ജീവൻ മുന്നോട്ട് നടന്ന് അവരെ അഭിസംബോധന ചെയ്തു. സുഹൃത്തുക്കളെ, നിങ്ങളിൽ പലർക്കും ഇവരെ അറിയാമായിരിക്കും. എന്റെ ഭാര്യ സ്നേഹ. എന്നാൽ ഇന്ന് ഞാൻ ഇവരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മറ്റൊരു പദവിയിലാണ്. നമ്മുടെ കമ്പനിയുടെ പുതിയ ഫിനാൻഷ്യൽ അഡ്വൈസർ ആൻഡ് ചീഫ് അനലിസ്റ്റ്. ഹാളിൽ നിശബ്ദത പടർന്നു. ചിലരുടെ മുഖത്ത് സംശയങ്ങൾ നിഴലിച്ചു. എന്നാൽ സ്നേഹ ഒട്ടും പതറിയില്ല. അവൾ തന്റെ കയ്യിലുണ്ടായിരുന്ന ഫയലുകൾ മേശപ്പുറത്ത് വെച്ചു. പ്രൊജക്ടുമായി തന്റെ ലാപ്ടോപ്പ് കണക്ട് ചെയ്തു. അക്കങ്ങളും ഗ്രാഫുകളും സ്ക്രീനിൽ തെളിഞ്ഞപ്പോൾ അവൾ സംസാരിക്കാൻ തുടങ്ങി. അവളുടെ ശബ്ദത്തിൽ യാതൊരു വിറയലും ഉണ്ടായിരുന്നില്ല. തികഞ്ഞ വ്യക്തതയോടെ കമ്പനിയുടെ നിലവിലെ സാമ്പത്തിക അവസ്ഥയും നഷ്ടങ്ങൾ നികത്താനുള്ള പുതിയ തന്ത്രങ്ങളും അവൾ അവതരിപ്പിച്ചു. ഓരോ സംശയങ്ങൾക്കും അവൾ കൃത്യമായ മറുപടി നൽകിയപ്പോൾ ആദ്യം നെറ്റിച്ചുളിച്ചവർ പോലും അറിയാതെ തലകുലുക്കിപ്പോയി. ആ വലിയ മേശയുടെ ഒരറ്റത്തിരുന്ന ജീവൻ അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അവന്റെ കണ്ണുകളിൽ അപ്പോൾ അതിരില്ലാത്ത പ്രണയവും അതിലേറെ അഭിമാനവും ഉണ്ടായിരുന്നു. താൻ കണ്ടെടുത്ത രത്നം അതിന്റെ പൂർണ്ണ ശോഭയോടെ തിളങ്ങുന്നത് അവൻ ആസ്വദിക്കുകയായിരുന്നു. മീറ്റിംഗ് കഴിഞ്ഞ് ജീവന്റെ ക്യാബിനിലേക്ക് വരുമ്പോൾ സ്നേഹയ്ക്ക് വലിയൊരു യുദ്ധം ജയിച്ച പ്രതീതിയായിരുന്നു. ക്യാബിന്റെ വാതിലടഞ്ഞതും അവൾ ഒരു നെടുവീർപ്പോടെ കസേരയിലേക്ക് ഇരുന്നു. ജീവൻ അവളുടെ അടുത്തേക്ക് വന്ന് 2 കപ്പ് കോഫി മേശപ്പുറത്ത് വെച്ചു. മുൻപ് അവൾ അവന് നൽകിയ കാപ്പിയുടെ സ്ഥാനത്ത് ഇന്ന് അവൻ അവൾക്ക് നൽകുന്ന ഈ കോഫിക്ക് വല്ലാത്തൊരു അർത്ഥം ഉണ്ടായിരുന്നു. അത് സമത്വത്തിന്റെ പ്രതീകമായിരുന്നു. നീ ഇന്ന് ശരിക്കും ഞെട്ടിച്ചു സ്നേഹ. കോഫി കുടിക്കുന്നതിനിടയിൽ ജീവൻ പറഞ്ഞു. ഇത്രയും കാലം ഈ കഴിവാണല്ലോ 4 ചുവരുകൾക്കുള്ളിൽ തളയ്ക്കപ്പെട്ടത് എന്നോർക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ ദേഷ്യം വരുന്നു. നിങ്ങൾ നൽകിയ ആത്മവിശ്വാസം മാത്രമാണ് ജീവൻ എന്റെ ധൈര്യം. എന്റെ വീഴ്ചകളിൽ താങ്ങാൻ നിങ്ങൾ കൂടെ ഉണ്ടെന്ന വിശ്വാസം. സ്നേഹ അവനെ നോക്കി പുഞ്ചിരിച്ചു. വൈകുന്നേരം ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ പുറത്ത് നഗരത്തിൽ വലിയ തിരക്കായിരുന്നു. വീട്ടിലേക്കുള്ള മടക്കയാത്രയിൽ അവരുടെ കാർ ട്രാഫിക്കിൽ കുരുങ്ങി. എങ്കിലും അവർക്ക് യാതൊരു അലോസരവും തോന്നിയില്ല. കാറിലെ മ്യൂസിക് പ്ലെയറിൽ ഏതോ ഒരു പഴയ പ്രണയഗാനം നേർത്ത ശബ്ദത്തിൽ ഒഴുകുന്നുണ്ട്. സ്നേഹ ജനാലയിലൂടെ പുറത്തെ നഗര വെളിച്ചങ്ങളിലേക്ക് നോക്കിയിരുന്നു. അവളുടെ കഴുത്തിലെ താലിക്ക് ഇപ്പോൾ വലിയ ഭാരമില്ലെന്ന് അവൾക്ക് തോന്നി. അത് അവരുടെ ഹൃദയങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന മനോഹരമായ ഒരു പാലമായി മാറിയിരിക്കുന്നു. പരസ്പരം മനസ്സിലാക്കുന്ന, ബഹുമാനിക്കുന്ന, ഒരുമിച്ച് സ്വപ്നം കാണുന്ന 2 വ്യക്തികൾ. ഒരു സ്വർണ്ണത്താലിയിൽ കുരുങ്ങിയ 2 വ്യത്യസ്ത വിധികൾ ഇപ്പോൾ മനോഹരമായ ഒരൊറ്റ വിധിയായി മാറി. ജീവിതത്തിന്റെ പുതിയ അധ്യായങ്ങളിലേക്ക് ഒരുമിച്ച് യാത്ര തുടരുകയായിരുന്നു. കാലം അതിന്റെ അദൃശ്യമായ ചക്രങ്ങൾ അതിവേഗം മുരുട്ടിക്കൊണ്ടിരുന്നു. സ്നേഹ ജീവന്റെ കമ്പനിയിലെ പ്രധാന ഫിനാൻഷ്യൽ അഡ്വൈസറായി ചുമതലയേറ്റിട്ട് ഇപ്പോൾ 8 മാസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ആ വലിയ തറവാടിന്റെ അന്തരീക്ഷത്തിൽ വന്നിട്ടുള്ള മാറ്റം അവിശ്വസനീയമായിരുന്നു. വീടിനുള്ളിൽ എപ്പോഴും അലയടിച്ചിരുന്ന ആ നിശബ്ദതയും ഗൗരവവും മാറി അവിടെ ഇപ്പോൾ എപ്പോഴും പ്രസരിപ്പും സംസാരങ്ങളും നിറഞ്ഞു നിന്നു. സ്നേഹ ജോലിക്ക് പോകുന്നതിന് ആദ്യം വലിയൊരു കുറവായി കണ്ടിരുന്ന ജീവന്റെ അമ്മയുടെ മുഖത്തെ പഴയ കാർക്കശ്യം പൂർണ്ണമായും അലിഞ്ഞില്ലാതായിരിക്കുന്നു. പകരം അവിടെ സ്നേഹവും അതിലേറെ അഭിമാനവും സ്ഥാനം പിടിച്ചു. സ്നേഹ വെറുമൊരു മരുമകളല്ല, തകർച്ചയുടെ വക്കിൽ നിന്നും തന്റെ മകനെയും കുടുംബത്തെയും
സ്വന്തം ബുദ്ധിയും കഴിവും കൊണ്ട് കൈപിടിച്ചുയർത്തിയ ഒരു ദേവതയാണെന്ന് ആ അമ്മ തിരിച്ചറിഞ്ഞു. രാവിലെ ഓഫീസിലേക്ക് പോകുമ്പോൾ സ്നേഹക്കുള്ള ഭക്ഷണം സ്വന്തം കൈകൊണ്ട് തയ്യാറാക്കി ബോക്സിലാക്കി കൊടുക്കുന്നത് ആ അമ്മയാണ്. ജീവനിലും പറഞ്ഞറിയിക്കാനാവാത്ത മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. കമ്പനിയിലെ സാമ്പത്തിക കാര്യങ്ങൾ സ്നേഹയുടെ വിശ്വസ്തമായ കൈകളിൽ സുരക്ഷിതമാണെന്ന ബോധ്യം അവന് വലിയൊരു ആശ്വാസമാണ് നൽകിയത്. കണക്കുകളിലെ കൃത്രിമങ്ങൾ അവസാനിച്ചതോടെ കമ്പനിയുടെ ലാഭം ഇരട്ടിയായി. ബിസിനസ്സിലെ അമിതമായ സമ്മർദ്ദങ്ങൾ ഒഴിഞ്ഞതോടെ ജീവൻ വീണ്ടും പഴയ ഊർജ്ജസ്വലനായ മനുഷ്യനായി മാറുകയായിരുന്നു. ഞായറാഴ്ചകളിൽ ബിസിനസ് മീറ്റിംഗുകൾ പൂർണ്ണമായും ഒഴിവാക്കി അവരിരുവരും ഒരുമിച്ച് നഗരത്തിലെ തിരക്കുകളിൽ നിന്ന് മാറി പ്രകൃതിരമണീയമായ ഇടങ്ങളിലേക്ക് യാത്ര പോയി തുടങ്ങി. ആ യാത്രകളും പരസ്പരമുള്ള സംസാരങ്ങളും അവർക്കിടയിലെ അവസാനത്തെ അപരിചിത്വത്തിന്റെ മതിലും തകർത്തെറിഞ്ഞു. എന്നാൽ സ്നേഹയുടെ മനസ്സിൽ ഇപ്പോൾ മറ്റൊരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു. അക്കങ്ങളുടെയും ഫയലുകളുടെയും ലോകത്തേക്ക് ജീവനെ പൂർണ്ണമായും വിട്ടുകൊടുക്കാൻ അവൾക്ക് താല്പര്യമില്ലായിരുന്നു. കാരണം അവന്റെ ഉള്ളിലെ യഥാർത്ഥ പ്രതിഭ ഉറങ്ങിക്കിടക്കുന്നത് കണക്ക് പുസ്തകങ്ങളിലല്ല, മറിച്ച് നിറങ്ങളുടെയും ക്യാൻവാസുകളുടെയും ലോകത്താണെന്ന് അവൾക്കറിയാമായിരുന്നു. പഴയ ലൈബ്രറി മുറിയിൽ വെച്ച് താൻ കണ്ട പാതി വരച്ച ചിത്രങ്ങളും ജീവന്റെ കണ്ണുകളിലെ ആ പഴയ സങ്കടവും അവൾക്ക് മറക്കാൻ കഴിഞ്ഞിരുന്നില്ല. കഴിഞ്ഞ കുറെ ആഴ്ചകളായി ജീവൻ അറിയാതെ അവൾ ചില വലിയ തയ്യാറെടുപ്പുകൾ നടത്തുകയായിരുന്നു. തറവാടിന്റെ അതിർത്തിയിലായി ഉപയോഗിക്കാതെ കിടന്നിരുന്ന ഒരു പഴയ ഔട്ട് ഹൗസ് ഉണ്ടായിരുന്നു. ചുറ്റും മാവുകളും പ്ലാവുകളും തിങ്ങി നിറഞ്ഞ തികച്ചും ശാന്തമായ ഒരിടം. സ്നേഹ ജോലിക്കാരെ വെച്ച് ആ മുറി വൃത്തിയാക്കി. ചുമരുകൾക്ക് മനോഹരമായ വെളുത്ത പെയിന്റ് അടിച്ചു. നഗരത്തിലെ ഏറ്റവും മികച്ച ആർട്ട് ഗാലറികളിൽ നിന്നും വില കൂടിയ ക്യാൻവാസുകളും ബ്രഷുകളും മികച്ച ഇനം ഓയിൽ പെയിന്റുകളും അവൾ അവിടെ എത്തിച്ചു. ജീവന് ഏകാഗ്രതയോടെ വരയ്ക്കാൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളുമുള്ള അതിമനോഹരമായ ഒരു ആർട്ട് സ്റ്റുഡിയോ ആയി അവൾ ആ പഴയ മുറിയെ മാറ്റി തീർത്തു. ഒരു ഞായറാഴ്ച വൈകുന്നേരം ജീവൻ ഉമ്മറത്തെ ചാരുകസേരയിൽ ഒരു പുസ്തകം വായിച്ചിരിക്കുകയായിരുന്നു. സ്നേഹ 2 കപ്പ് ചായയുമായി അവന്റെ അടുത്തേക്ക് ചെന്നു. ചായ കുടിക്കുന്നതിനിടയിൽ അവൾ പതുക്കെ ചോദിച്ചു, എനിക്കൊരു കാര്യം കാണിച്ചു തരാനുണ്ട്, എന്റെ കൂടെ എവിടം വരെ വരാമോ? ജീവൻ അത്ഭുതത്തോടെ അവളെ നോക്കി. ഇതെന്താ സ്നേഹ, ഇത്ര വലിയൊരു രഹസ്യം? ഈ തറവാട്ടിൽ എനിക്കറിയാത്ത എന്തെങ്കിലും നീ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ? അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. വന്നാൽ കാണാം. അവളുടെ കണ്ണുകളിൽ വല്ലാത്തൊരു തിളക്കമുണ്ടായിരുന്നു. അവൾ അവന്റെ കൈപിടിച്ച് മുറ്റത്തേക്ക് ഇറങ്ങി. പതുക്കെ നടന്ന് അവർ ആ ഔട്ട് ഹൗസിന്റെ മുന്നിലെത്തി. പുറത്തു നിന്നുള്ള കാഴ്ചയിൽ അവിടെ വൃത്തിയാക്കിയെന്ന് മാത്രമേ ജീവന് തോന്നിയുള്ളൂ. സ്നേഹ പോക്കറ്റിൽ നിന്നും താക്കോലെടുത്ത് ആ വാതിൽ തുറന്നു. ജീവന്റെ കൈപിടിച്ച് അവൾ അകത്തേക്ക് കയറി. മുറിക്കുള്ളിലെ കാഴ്ച കണ്ട് ജീവൻ ശരിക്കും തരിച്ചു നിന്നുപോയി. അവന്റെ കൈകളിൽ നിന്ന് ചായക്കപ്പ് താഴെ വീഴാതിരിക്കാൻ അവൻ പാടുപെട്ടു. മുറിയുടെ നടുവിലായി ഒരു വലിയ ഈസൽ സ്ഥാപിച്ചിട്ടുണ്ട്. അതിനു മുകളിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുതിയൊരു വെളുത്ത ക്യാൻവാസ്. അരികിലായുള്ള ഒരു വലിയ തടിമേശപ്പുറത്ത് അടുക്കി വെച്ചിരിക്കുന്ന വിവിധ നിറങ്ങളിലുള്ള പെയിന്റുകൾ, പല വലുപ്പത്തിലുള്ള ബ്രഷുകൾ, പാലറ്റുകൾ, പെൻസിലുകൾ. ഒരു ചിത്രകാരൻ സ്വപ്നം കാണുന്ന ലോകം മുഴുവൻ അവിടെ ഒരുക്കി വെച്ചിരിക്കുന്നു. ഒരു വശത്തെ ഭിത്തിയിൽ മുൻപ് ജീവൻ ലൈബ്രറിയിൽ വെച്ച് വരച്ച ആ മഴയത്ത് കുടയും ചൂടി നിൽക്കുന്ന ചിത്രം മനോഹരമായി ഫ്രെയിം ചെയ്ത് തൂക്കിയിട്ടിരിക്കുന്നു. വർഷങ്ങൾക്ക് മുൻപ് കുടുംബത്തിന്റെ ഭാരം ചുമലിലായപ്പോൾ താൻ എന്നേക്കുമായി ഉപേക്ഷിച്ച തന്റെ സ്വപ്നലോകം ഇതാ ഒരു അത്ഭുതം പോലെ തന്റെ മുന്നിൽ പുനർജനിച്ചിരിക്കുന്നു. ജീവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അവന് ശ്വാസം വിലങ്ങുന്നത് പോലെ തോന്നി. സ്നേഹ, ഇത് വാക്കുകൾ തൊണ്ടയിൽ കുരുങ്ങി. അവന് പൂർണ്ണമായി സംസാരിക്കാൻ കഴിഞ്ഞില്ല. സ്നേഹ അവന്റെ അടുത്തേക്ക് വന്ന് വിറയ്ക്കുന്ന ആ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു, കമ്പനികളുടെ ഫയലുകളും കണക്കുകളും നോക്കാൻ ഇപ്പോൾ ഞാൻ പഠിച്ചു കഴിഞ്ഞു ജീവൻ. നമ്മുടെ ബിസിനസ്സിലെ പ്രശ്നങ്ങളെല്ലാം നമ്മൾ ഒരുമിച്ച് പരിഹരിക്കുകയും ചെയ്യും. പക്ഷെ നിങ്ങളുടെ ഈ വലിയ സ്വപ്നം, അത് ഇനിയും ഈ അക്കങ്ങൾക്കിടയിൽ ശ്വാസം മുട്ടി മരിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഇത് ജീവന്റേത് മാത്രമായ ലോകമാണ്. ഇവിടെ ആ പഴയ ചിത്രകാരൻ പൂർണ്ണ ശക്തിയോടെ പുനർജനിക്കണം. അവളുടെ ആ വാക്കുകളിലെ ആത്മാർത്ഥത അവനെ വല്ലാതെ സ്പർശിച്ചു. തന്നെ ഇത്രത്തോളം ആഴത്തിൽ മനസ്സിലാക്കിയ, തന്റെ നഷ്ടപ്പെട്ട സ്വപ്നങ്ങൾക്ക് ഇത്രത്തോളം വില കൽപ്പിച്ച മറ്റൊരു വ്യക്തി ഈ ലോകത്തുണ്ടാവില്ലെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അവൾ അറിയാതെ അവന്റെ കൈകൾ അവളുടെ തോളിലൂടെ ചുറ്റി അവളെ നെഞ്ചോട് ചേർത്തു. ആദ്യമായാണ് ജീവൻ ഇത്രയും വൈകാരികമായി അവളോട് അടുക്കുന്നത്. സ്നേഹയും ആ നെഞ്ചിലെ ചൂടിൽ സർവ്വതും മറന്ന് കണ്ണുകൾ അടച്ചു നിന്നു. ആ പഴയ തറവാട്ടിലെ ആരും കാണാത്ത ആ മുറിയിൽ വെച്ച് ആ താലിച്ചരടിലെ കെട്ട് ഒരിക്കലും പൊട്ടാത്ത വിധം മുറുകുകയായിരുന്നു. കുറച്ചു നേരത്തിന് ശേഷം ജീവൻ പതിയെ നടന്ന് ആ ക്യാൻവാസിന് മുന്നിലെത്തി. വർഷങ്ങൾക്ക് ശേഷം വിറയ്ക്കുന്ന കൈകളോടെ അവൻ ഒരു ബ്രഷ് കയ്യിലെടുത്തു. പാലറ്റിൽ നിറങ്ങൾ ചാലിച്ചപ്പോൾ അവന്റെ ഉള്ളിലെ പഴയ ആവേശം വീണ്ടും അണപൊട്ടി ഒഴുകി. സ്നേഹ അവിടെയുള്ള ഒരു ചെറിയ സ്റ്റൂളിൽ ഇരുന്ന് അവൻ വരയ്ക്കുന്നത് കണ്ണിമ വെട്ടാതെ നോക്കിക്കണ്ടു. വെളുത്ത ക്യാൻവാസിൽ ജീവന്റെ ബ്രഷ് നൃത്തം വെക്കാൻ തുടങ്ങി. ഇരുണ്ട പശ്ചാത്തലത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കുതിക്കുന്ന ഒരു വലിയ പക്ഷിയുടെ രൂപമായിരുന്നു അവൻ വരച്ചു തുടങ്ങിയത്. ഓരോ ചലനത്തിലും അവനിൽ ഉറങ്ങിക്കിടന്നിരുന്ന പ്രതിഭ ഉണർന്നെഴുന്നേൽക്കുകയായിരുന്നു. ആ മുറിക്കുള്ളിൽ നിറങ്ങളുടെ ഗന്ധം പടർന്നു. തന്റെ ഭർത്താവ് വെറുമൊരു ബിസിനസ്സുകാരനല്ല, വിസ്മയങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ള അനുഗ്രഹീതനായ ഒരു കലാകാരനാണെന്ന സത്യം സ്നേഹ അഭിമാനത്തോടെ നോക്കിക്കണ്ടു. അന്ന് രാത്രി ഭക്ഷണം കഴിഞ്ഞ് മണിയറയിലേക്ക് മടങ്ങുമ്പോൾ അവർ ഇരുവർക്കും വല്ലാത്തൊരു ചാരിതാർത്ഥ്യം ഉണ്ടായിരുന്നു. ഒരു താലിയുടെ ബലത്തിൽ യാതൊരു താല്പര്യവുമില്ലാതെ തുടങ്ങി വെച്ച ആ ബന്ധം ഇന്ന് കൊടുങ്കാറ്റിനെയും അതിജീവിക്കാൻ കെൽപ്പുള്ള ഒരു വലിയ വടവൃക്ഷമായി വളർന്നിരിക്കുന്നു. അവർ പരസ്പരം താങ്ങും തണലുമായി മാറിയിരിക്കുന്നു.
ജീവന്റെ അരികിലിരുന്ന് സ്നേഹ നാളത്തെ മീറ്റിംഗിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ജീവന്റെ മനസ്സിൽ വരയ്ക്കാനുള്ള അടുത്ത ചിത്രത്തിന്റെ നിറങ്ങളായിരുന്നു. സ്നേഹയുടെ അക്കങ്ങൾക്ക് ഇപ്പോൾ ജീവന്റെ സംരക്ഷണമുണ്ട്. ജീവന്റെ ചിത്രങ്ങൾക്ക് സ്നേഹ നൽകിയ ചിറകുകളുമുണ്ട്. ഒരിക്കലും കൂട്ടിമുട്ടില്ലെന്ന് കരുതിയ രണ്ട് വിധികൾ സ്നേഹത്തിന്റെയും സമർപ്പണത്തിന്റെയും മനോഹരമായ ഒരു പൂർണ്ണതയിലേക്ക് സഞ്ചരിക്കുന്നതിന്റെ വ്യക്തമായ അടയാളങ്ങളായിരുന്നു ആ രാത്രിയിലെ അവരുടെ ഓരോ ചിരികളും. കാലം അതിന്റെ യാത്ര ഒരിക്കലും അവസാനിപ്പിക്കുന്നില്ല. എന്നാൽ ചില മനുഷ്യരുടെ ജീവിതത്തിൽ അത് അത്ഭുതകരമായ വസന്തങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് കടന്നു പോകും. ആ പഴയ തറവാട്ടിലെ മങ്ങിയ വെളിച്ചമുള്ള മണിയറയിൽ അപരിചിതരായി ശത്രുക്കളെ പോലെ കഴിഞ്ഞ ആ ആദ്യ രാത്രിയിൽ നിന്നും ഇപ്പോൾ 2 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. നഗരത്തിലെ ഏറ്റവും പ്രശസ്തമായ ആർട്ട് ഗാലറിയുടെ മുറ്റത്ത് അന്ന് വല്ലാത്തൊരു ഉത്സവ പ്രതീതിയായിരുന്നു. ഗാലറിയുടെ മുൻവശത്ത് സ്ഥാപിച്ചിരുന്ന വലിയ ബോർഡിൽ സ്വർണ്ണലിപികളിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു: പുനർജനി ജീവൻ രാമചന്ദ്രന്റെ ചിത്ര പ്രദർശനം. നഗരത്തിലെ പ്രമുഖ വ്യവസായികളും കലാസ്വാദകരും മാധ്യമപ്രവർത്തകരും ആ ഹാളിനുള്ളിൽ തിങ്ങി നിറഞ്ഞിരുന്നു. ഗാലറിക്കുള്ളിലെ മൃദുവായ വെളിച്ചത്തിൽ ചോരുകളിൽ ഇടം പിടിച്ച ഓരോ ക്യാൻവാസും ഓരോ കഥകൾ പറയുകയായിരുന്നു. പ്രകൃതിയുടെ വന്യതയും മനുഷ്യന്റെ സൂക്ഷ്മമായ വികാരങ്ങളും ജീവന്റെ ബ്രഷ്തുമ്പിലൂടെ അവിടെ ജീവൻ വെച്ചു. ആൾക്കൂട്ടത്തിനിടയിലൂടെ തികഞ്ഞ ആത്മവിശ്വാസത്തോടെയും പ്രസരിപ്പോടെയും കാര്യങ്ങൾ നിയന്ത്രിച്ചുകൊണ്ട് ഒരാൾ നടക്കുന്നുണ്ടായിരുന്നു. സ്നേഹ വില കൂടിയ ഒരു കാഞ്ചീപുരം പട്ടുസാരിയല്ല, മറിച്ച് ലളിതവും എന്നാൽ അതീവ ഗാംഭീര്യം തോന്നിക്കുന്നതുമായ ഒരു ഇളം നീല കോട്ടൺ സാരിയായിരുന്നു അവളുടെ വേഷം. കഴുത്തിൽ തിളങ്ങുന്ന ആ സ്വർണ്ണത്താലി ഇപ്പോൾ വെറുമൊരു ആഭരണമായിരുന്നില്ല, മറിച്ച് അവളുടെ വിജയങ്ങളുടെയും സ്വാതന്ത്ര്യത്തിന്റെയും അഭിമാന ചിഹ്നമായിരുന്നു. ജീവന്റെ കമ്പനിയുടെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ എന്ന നിലയിൽ സ്നേഹ ഇതിനോടകം തന്നെ ബിസിനസ് ലോകത്ത് തന്റേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ചു കഴിഞ്ഞിരുന്നു. അവളുടെ സാമ്പത്തിക തന്ത്രങ്ങളിലൂടെ ജീവന്റെ കമ്പനി ഇന്ന് സംസ്ഥാനത്തെ തന്നെ ഏറ്റവും വലിയ സ്ഥാപനങ്ങളിൽ ഒന്നായി വളർന്നിരിക്കുന്നു. ഹാളിന്റെ ഒരു വശത്ത് ജീവന്റെ അമ്മ സന്തോഷാശ്രുക്കളോടെ ഈ കാഴ്ചകളെല്ലാം നോക്കി നിൽപ്പുണ്ടായിരുന്നു. ഒരു കാലത്ത് തന്റെ കുടുംബത്തിന്റെ അഭിമാനം തകരുമെന്ന് ഭയന്ന് മരുമകളെ 4 ചുവരുകൾക്കുള്ളിൽ തളച്ചിടാൻ ആഗ്രഹിച്ച ആ അമ്മ ഇന്ന് സ്നേഹയുടെ ഓരോ കാൽവെപ്പിലും അഭിമാനം കൊള്ളുകയാണ്. തന്റെ മകന് നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ ജീവിതവും സ്വപ്നങ്ങളും തിരികെ നൽകിയത് ആ പെൺകുട്ടിയാണെന്ന് അവർക്കറിയാമായിരുന്നു. പ്രദർശനത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് ആരംഭിച്ചു. മൈക്കിന് മുന്നിലേക്ക് ജീവൻ നടന്നു വന്നപ്പോൾ ഹാളിൽ വലിയൊരു കയ്യടി ഉയർന്നു. മുഖത്ത് പ്രശാന്തമായൊരു പുഞ്ചിരിയോടെ അവൻ എല്ലാവരെയും നോക്കി. പ്രിയപ്പെട്ടവരെ, ജീവന്റെ ശബ്ദം ഗാലറിയിൽ മുഴങ്ങി. വർഷങ്ങൾക്ക് മുൻപ് എന്റെ അച്ഛന്റെ പെട്ടെന്നുള്ള വിയോഗത്തോടെ എന്റെ തോളിലേക്ക് വലിയൊരു ഉത്തരവാദിത്തം വീണു. അന്ന് ഞാൻ എന്നേക്കുമായി ഉപേക്ഷിച്ചതാണ് എന്റെ ഈ വർണ്ണങ്ങളെയും ബ്രഷുകളെയും. ഒരു ബിസിനസ്സുകാരന്റെ കുപ്പായത്തിനുള്ളിൽ എന്റെ ഉള്ളിലെ കലാകാരൻ ശ്വാസം മുട്ടി ഭരിക്കുകയായിരുന്നു. പിന്നീട് കുടുംബത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങി എനിക്കൊരു വിവാഹം കഴിക്കേണ്ടി വന്നു. യാതൊരു താല്പര്യവുമില്ലാതെ വെറുമൊരു ചടങ്ങ് തീർക്കാൻ വേണ്ടി ഞാൻ കഴുത്തിൽ കെട്ടിയ ആ താലിയാണ് പിന്നീട് എന്റെ ജീവിതം മാറ്റിമറിച്ചത്. സദസ്സിൽ പൂർണ്ണ നിശബ്ദതയായിരുന്നു. സ്നേഹയുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. ജീവൻ തുടർന്നു: എന്റെ പ്രതിസന്ധികളിൽ അവൾ എനിക്ക് താങ്ങായി. തകർച്ചയുടെ വക്കിലായിരുന്ന എന്റെ കമ്പനിയെ അവൾ സ്വന്തം ബുദ്ധി കൊണ്ട് കൈപിടിച്ചുയർത്തി. അക്കങ്ങളുടെ ലോകത്ത് അവൾ എനിക്ക് തണലായപ്പോൾ വർഷങ്ങളായി ഇരുട്ടിൽ കിടന്നിരുന്ന എന്റെ സ്വപ്നങ്ങളെ അവൾ വെളിച്ചത്തേക്ക് കൊണ്ടുവന്നു. എനിക്ക് വരക്കാൻ വേണ്ടി മാത്രം അവൾ ഒരു സ്റ്റുഡിയോ ഒരുക്കി. എന്റെ നഷ്ടപ്പെട്ട ആത്മവിശ്വാസത്തെ അവൾ തിരികെ നൽകി. ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ, എന്റെ ബിസിനസ് വലിയ വിജയകരമായി മാറിയിട്ടുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ: എന്റെ ഭാര്യ സ്നേഹ. ആ വലിയ ഹാളിൽ കരഘോഷം മുഴങ്ങി. ജീവൻ വേദിയിൽ നിന്നും താഴെ ഇറങ്ങി വന്ന് സ്നേഹയുടെ കൈപിടിച്ച് അവളെയും കൂട്ടി ഗാലറിയുടെ ഒത്ത നടുവിലേക്ക് നടന്നു. അവിടെ ഒരു വലിയ ചിത്രം വെള്ളത്തുണി കൊണ്ട് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. പ്രദർശനത്തിന്റെ പ്രധാന ആകർഷണമായിരുന്ന ആ ചിത്രം ജീവൻ പതുക്കെ അനാവരണം ചെയ്തു. അത് മറ്റൊന്നുമായിരുന്നില്ല, സ്നേഹ ആദ്യമായി ആ പഴയ ലൈബ്രറി മുറിയിൽ വെച്ച് കണ്ട മഴയത്ത് കുട ചൂടി നിൽക്കുന്ന ആ പെൺകുട്ടിയുടെ പൂർണ്ണമായ ചിത്രമായിരുന്നു അത്. പെൺകുട്ടിക്ക് തണലായി കുട പിടിച്ചു നിൽക്കുന്ന ആൾക്കൊപ്പം ആ മഴയെ വകഞ്ഞുമാറ്റി ഉദിച്ചുയരുന്ന ഒരു സൂര്യനെയും അവൻ അതിൽ വരച്ചു ചേർത്തിരുന്നു. ആ ചിത്രത്തിന് താഴെ ജീവൻ നൽകിയ പേര് ഇങ്ങനെയായിരുന്നു: ഒരു താലി, 2 വ്യക്തികൾ. സ്നേഹ വിശ്വസിക്കാനാവാതെ ജീവനെ നോക്കി. ആ ചിത്രത്തിന്റെ പേര് അവളിൽ വലിയൊരു തിരിച്ചറിവുണ്ടാക്കി. അവരുടെ കഥയുടെ യഥാർത്ഥ പേര് അതുതന്നെയായിരുന്നു. നമ്മുടെ വിധികൾ രണ്ടായിരുന്നില്ല സ്നേഹ, നമ്മൾ പരസ്പരം പൂർണ്ണമാകാൻ വേണ്ടി വിധിക്കപ്പെട്ടവരായിരുന്നു. ജീവൻ അവളുടെ കാതിൽ പതുക്കെ പറഞ്ഞു. ആ ദിവസം വലിയൊരു ആഘോഷമായി മാറി. മാധ്യമങ്ങൾ അവരെ വളഞ്ഞു. ചിത്രങ്ങളെക്കുറിച്ചും അവരുടെ ബിസിനസ് വിജയത്തെക്കുറിച്ചും ചോദിച്ചറിഞ്ഞു. എല്ലാ തിരക്കുകളും അവസാനിപ്പിച്ച് അർദ്ധരാത്രിയോടെയാണ് അവർ തറവാട്ടിലേക്ക് തിരിച്ചെത്തിയത്. വീട് ശാന്തമായിരുന്നു. നിലാവുള്ള ആ രാത്രിയിൽ അവർ കിടപ്പുമുറിയുടെ ബാൽക്കണിയിൽ വന്നു നിന്നു. മുൻപ് ശ്വാസം മുട്ടിച്ചിരുന്ന ഈ മുറി ഇപ്പോൾ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്വർഗമാണ്. പുറത്ത് ഇളം കാറ്റ് വീശുന്നുണ്ട്. ജീവൻ സ്നേഹയെ തന്നോട് ചേർത്ത് പിടിച്ചു. അവൾ അവന്റെ നെഞ്ചിലേക്ക് തലച്ചായ്ച്ചു നിന്നു. കല്യാണ ദിവസം നമ്മൾ എങ്ങനെയാണ് ക്യാമറയ്ക്ക് മുന്നിൽ നിന്നതെന്ന് ഓർമ്മയുണ്ടോ? ജീവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഉണ്ട്. സ്നേഹയുടെ ചുണ്ടുകളിലും ചിരി വിടർന്നു. പരസ്പരം മുഖത്ത് പോലും നോക്കാതെ വിപരീത ദിശകളിലേക്ക് തിരിഞ്ഞ്, ആ നിമിഷം ഈ ലോകം തന്നെ അവസാനിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ഇന്ന് നോക്കൂ, ലോകം മുഴുവൻ നമ്മുടെ കാൽക്കീഴിലാണെന്ന് എനിക്ക് തോന്നുന്നു. നീ ഇല്ലായിരുന്നെങ്കിൽ എന്റെ ജീവിതം എന്താകുമായിരുന്നു എന്ന് ചിന്തിക്കാൻ പോലും എനിക്കിപ്പോൾ കഴിയുന്നില്ല സ്നേഹ.
സ്നേഹ മുഖമുയർത്തി അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. ആ കണ്ണുകളിൽ അലയടിക്കുന്ന പ്രണയത്തിന്റെ ആഴം അവൾക്ക് വായിച്ചെടുക്കാമായിരുന്നു. വെറും ഒരു താലിച്ചരടിൽ മുതിർന്നവരുടെ നിർബന്ധത്തിന് വഴങ്ങി ബന്ധിക്കപ്പെട്ടവരായിരുന്നു അവർ. പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിക്കാതെ തങ്ങളുടെ സങ്കടങ്ങൾ മാത്രം ഓർത്ത് കരഞ്ഞവർ. എന്നാൽ ദുർവാശികൾ മാറ്റിവെച്ച് പരസ്പരം വിശ്വസിക്കാൻ തുടങ്ങിയ ആ നിമിഷം മുതൽ അവരുടെ ജീവിതം മാറുകയായിരുന്നു. സ്നേഹയുടെ സ്വപ്നങ്ങൾക്ക് ജീവൻ ചിറകുകൾ നൽകിയപ്പോൾ ജീവന്റെ സ്വപ്നങ്ങൾക്ക് സ്നേഹ നിറങ്ങൾ നൽകി. നമ്മുടെ ജീവിതം ശരിക്കും ഒരു ക്യാൻവാസ് പോലെയാണ് ജീവൻ, സ്നേഹ പതുക്കെ പറഞ്ഞു. തുടക്കത്തിൽ ഇരുണ്ട നിറങ്ങൾ മാത്രമായിരുന്നു, പക്ഷെ നമ്മൾ ഒരുമിച്ച് അതിൽ പുതിയ വർണ്ണങ്ങൾ ചാലിച്ചു. ഇപ്പോൾ ഈ ചിത്രം പൂർണ്ണമായിരിക്കുന്നു. അവൻ അവളുടെ നെറ്റിയിൽ മൃദുവായി ചുംബിച്ചു. ആകാശത്തെ നക്ഷത്രങ്ങൾ അവർക്ക് കാവലായി തിളങ്ങി നിന്നു. ഒരിക്കലും കൂട്ടിമുട്ടില്ലെന്ന് കരുതിയ രണ്ട് സമാന്തര രേഖകൾ സ്നേഹത്തിന്റെയും പരസ്പര ബഹുമാനത്തിന്റെയും ഒരു ബിന്ദുവിൽ ഒന്നായി ചേർന്നിരിക്കുന്നു. അവർക്കൊരിക്കലും പരസ്പരം നഷ്ടപ്പെടില്ല എന്ന ഉറപ്പോടെ പുതിയ പ്രഭാതങ്ങളെയും സ്വപ്നങ്ങളെയും വരവേൽക്കാൻ തയ്യാറായിക്കൊണ്ട് ആ പഴയ തറവാടിന്റെ ബാൽക്കണിയിൽ രണ്ട് വിധികൾ ഒന്നായി മാറിയ ആ മനോഹര ചിത്രം പൂർണ്ണമാവുകയായിരുന്നു. ജീവന്റെയും സ്നേഹയുടെയും പ്രണയകാവ്യം ഇവിടെ മനോഹരമായി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ഒരു ലൈക്കിലൂടെ അത് അറിയിക്കാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമന്റ് ബോക്സ് രേഖപ്പെടുത്താനും മറക്കരുത്. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു പുതിയ കഥയുമായി കാണുന്നത് വരെ സ്നേഹത്തോടെ നന്ദി മാത്രം.